A warm welcome to all of you. Some basic concepts of chemistry. എങ്ങനെയാണ് തുടങ്ങാല്ലേ? കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഒരു 5-6 theory, laws of chemical combination. Anybody having doubt regarding the laws of chemical combination? ഈ ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് എവിടെയെങ്കിലും? ആർക്കാണ് യെസ് എന്ന് പറയുന്നത്? വളരെ ക്ലിയർ. ആർക്കാണ്? കേശവ്. എന്താണ് അവിടെ ഡൗട്ട്? ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷനിൽ എവിടെയാണ് ഡൗട്ട് വന്നത്? എന്ത് പറ്റി? ആർക്കും ഒരാളുടെ ഇടയിൽ ജസ്റ്റ് വൺ ഡൗട്ട് എന്നൊക്കെ കണ്ടു ഞാൻ ഒരു മിന്നായം പോലെ. എവിടെയാണ് കേശവിന് ഡൗട്ട് വന്നത്? എല്ലാവർക്കും ക്ലിയർ ആണ്, കേശവിന് മാത്രമാണ്. എന്താണ് അവിടെ സംശയം? ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ സൾഫൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് 2 കാർബൺ ഉണ്ട് അല്ലെ? 2 കാർബൺ ഉണ്ട്, 2 സൾഫർ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട് അല്ലെ? This a reciprocal proportions according to mass. ചിലപ്പോൾ ചെയ്തു നോക്കേണ്ടി വരും. പലപ്പോഴും സാധാരണ കേസിൽ ഓപ്ഷൻസിൽ നോക്കുക ഇത് ശരിയാണോ എന്നുള്ളത്. ഇത് ശരിയാ. അപ്പോൾ ശരിക്കും ഒറ്റ തുടർന്ന് നോക്കി കഴിഞ്ഞാൽ 2 കാർബൺ ആറ്റം, 2 സൾഫർ ആറ്റം, 2 ഓക്സിജൻ ആറ്റം. ഓപ്ഷൻസിൽ ഇതിന്റെ കൂടെ വേറെ ഒന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചെയ്തു നോക്കേണ്ട കാര്യമുള്ളൂ. You just check carbon plus oxygen gives carbon dioxide. Carbon plus sulfur gives carbon disulfide. Carbon plus sulfur gives carbon disulfide. ഇതിന്റെ റേഷ്യോ എന്താണ്? 12:16. 16:32. ഇവിടെ കാർബൺ 12:2. സൾഫർ എത്രയാണ്? 32 64. ഇനി പറയുന്നു സൾഫർ ആൻഡ് ഓക്സിജൻ were to combine. Sulfur and oxygen were to combine to form sulfur dioxide. നോക്കുമ്പോൾ സൾഫർ ഡയോക്സൈഡ്, സൾഫർ ആൻഡ് ഓക്സിജൻ were to combine എന്ന് പറയുമ്പോൾ സൾഫർ the atomic mass is 32 അല്ലേ? സൾഫർ ആൻഡ് ഓക്സിജൻ were to combine സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ 16:32 കാണിക്കുന്നുണ്ട് അല്ലേ? 1:2 കാണിക്കുന്നുണ്ട്. സൾഫർ the atomic mass is 32 ആണ് കാണിക്കുന്നത് അല്ലേ? ചിലതിൽ നമ്മൾ നോക്കുമ്പോ കാർബൺ പ്ലസ് ഓക്സിജൻ ഫിക്സഡ് റേഷ്യോ 12:32. കാർബൺ പ്ലസ് സൾഫർ ഗീവ്സ് കാർബൺ ഡൈസൾഫൈഡ് 64. 12:64. സൾഫർ ആൻഡ് ഓക്സിജൻ were to combine to form സൾഫർ ഡയോക്സൈഡ് എന്ന് പറയുമ്പോൾ റേഷ്യോ നമ്മൾ നോക്കുമ്പോൾ എത്ര വരും? 64 സൾഫർ ഓക്സിജൻ 64:32. 2:1. പക്ഷേ സൾഫർ ആൻഡ് ഓക്സിജൻ കമ്പൈൻസ് ദ റേഷ്യോ 1:1 ആണ്. This does not obey the law of reciprocal proportions. ചില ഓപ്ഷൻസിൽ, സാധാരണ ഓപ്ഷൻസിൽ ഇതിൽ കൂടി വേറെ ഓപ്ഷൻസ് വരുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യണം. ജസ്റ്റ് അപ്പൊ അത് മാത്രം അവിടെ വരുമ്പോൾ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. SO3 ആവാം. സൾഫർ combines with form sulfur trioxide. Sulfur combines with oxygen to form sulfur trioxide. നോക്കൂ SO3. The ratio is എത്ര വരും? The ratio is 32:48. 32:48 അല്ലെ? 16:3
48, സൾഫർ 32. അപ്പൊ എത്ര വരും? 32:48 അല്ലേ വരുന്നത് സൾഫർ ട്രയോക്സൈഡ് വരുമ്പോ, അല്ലേ? റേഷ്യോ നമ്മളൊന്ന് ശ്രദ്ധിച്ച് നോക്കേണ്ടി വരും. അപ്പൊ മറ്റേത് ഇത് വരുമ്പോ 1:, സൾഫർ ഡയോക്സൈഡിന്റെ കേസിൽ വരുമ്പോ ഇറ്റ് ഈസ് 64. In the case of sulfur dioxide, 32:32. That is 1:1 ratio വരുന്നു. സൾഫർ ട്രയോക്സൈഡിന്റെ കേസിൽ വരുമ്പോ ഇറ്റ് ഈസ് 32:48. 32:48. അപ്പോൾ 30:48 എന്ന് പറയുമ്പോൾ 1:1.5. That is 2:3. That is 2:3 റേഷ്യോയിലാണ് വരുന്നത്. They combine in the ratio 2:3. നമ്മൾ ആ കോമ്പൗണ്ട്സുകൾ നോക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം റേഷ്യോയിൽ വരുമ്പോൾ. അത് അങ്ങനെ ഈ 3 കോമ്പൗണ്ട്സ് ഒരുമിച്ച് ഇതിൽ വരുമ്പോൾ മാത്രം അത് ഒന്നോ രണ്ട് ഓപ്ഷൻസ് ഒരേപോലെ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. Atomic mass of hydrogen. What is atomic mass of hydrogen? Is 1 അല്ലേ? Atomic mass of hydrogen is 1. എടുക്കാൻ പോകുന്നു. What is meant by atomic mass? 1 U or 1 AMU. Exactly 1.008 U. The atomic mass of hydrogen. Okay. ലോ എന്ന് പറയാൻ പറ്റില്ല. ലോ പല ഇതിൽ ചില വേരിയേഷൻസ് വരുന്നുണ്ട്. അതിന് വേണ്ടി വേറൊരു ലോ എന്ന് പറയാൻ പറ്റില്ല. വേരിയേഷൻസ് വരും. നമുക്ക് കാർബൺ മോണോക്സൈഡും കാർബൺ ഡയോക്സൈഡിന്റെ റിവിഷനിലേക്ക് വരുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്നത് കാർബൺ ഡയോക്സൈഡ് എക്സാമ്പിൾ എടുത്തിട്ടാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് മീത്തേൻ. കാർബൺ കമ്പൈൻസ് വിത്ത് ഹൈഡ്രജൻ ടു ഫോം മീത്തേൻ. കാർബൺ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം കാർബൺ ഡയോക്സൈഡ്. അത് വെച്ചിട്ടാണ് നമ്മൾ ഏത് ലോ എക്സ്പ്ലെയിൻ ചെയ്തത്. റെസിപ്രോക്കൽ കാർബൺ മോണോക്സൈഡ് വെച്ചിട്ടല്ല. ഓക്കെ, യെസ്, ഗുഡ്. കേശവ്. അപ്പോൾ ഓപ്ഷൻസിൽ 3 എണ്ണം വരികയാണെങ്കിൽ അതായിരിക്കാം. ഇനി ഓപ്ഷൻസിൽ ഒന്നിൽ കൂടുതൽ ഇതേ ടൈപ്പ് വരികയാണെങ്കിൽ വി ഹാവ് ടു ചെക്ക് അബൌട്ട് ദ റേഷ്യോ. അപ്പോഴാണ് നമ്മൾ ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരിക കേട്ടോ. Oh, that is regarding the important laws of chemical combination. H2 ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് പറയുമ്പോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ് H2. ഹൈഡ്രജൻ പെറോക്സൈഡ് അതാണ് ഉദ്ദേശിച്ചത്. In case of hydrogen peroxide, in the case of hydrogen peroxide, the ratio is 2:32 ആണ്. That is 1:16. 1:16 in hydrogen peroxide. The ratio of hydrogen is to oxygen in hydrogen peroxide. The case of water ആവുമ്പോൾ H2O 2:16. That is 1:8. Case of water. വേറെന്താണ്? Hydrogen is to H2. Oh, okay, clear, sir. Okay, yes, good. So that is regarding the laws of chemical combination. പിന്നെ isotopes, isobar, isotone, isosters and isodiaphers. ഇവ കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. Today we shall see what is meant by atomic mass. Atomic number എന്താണെന്ന് കണ്ടു അല്ലേ? Atomic number. Today we shall see what is meant by atomic mass. Atomic mass എന്ന് പറയുമ്പോൾ it is a mass of an atom എന്ന് വേണമെങ്കിൽ പറയാം. Mass of an atom.
മാസ് ഓഫ് എൻ ആറ്റം എന്ന് പറയുമ്പോൾ അതിൽ പ്രോട്ടോൺസ് ഉണ്ട്, ന്യൂട്രോൺസ് ഉണ്ട്, ഇലക്ട്രോൺസ് ഉണ്ട്, പിന്നെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള ന്യൂട്രിനോ പ്രോട്ടീനോ തുടങ്ങിയ കൂടിയുണ്ട്. അപ്പോൾ ഹൗ വി ക്യാൻ ഡിഫൈൻ ദ അറ്റോമിക് മാസ് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്? നമ്മൾ പറയുന്ന അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് 1, അറ്റോമിക് മാസ് ഓഫ് ഓക്സിജൻ ഈസ് 16 എന്ന് പറയുന്നത് അല്ലേ. അറ്റോമിക് മാസ് ഓഫ് നൈട്രജൻ ഈസ് 14. അത് നമ്മൾ വെറും യൂണിറ്റ് ആയിട്ട് ഇങ്ങനെ പറയുന്നു, ഇങ്ങനെ യൂണിറ്റ് ആയിട്ട് പറയുന്നു. എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് മാസ്? Can you say what is the atomic mass of chlorine? Chlorine atomic mass എത്രയാണ്? Chlorine atomic mass is 35.5 അല്ലേ? ചില 37 പറയുന്നുണ്ട്, 35.5 വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് എങ്ങനെയാണ് 35.5 വരുന്നത്? അറ്റോമിക് മാസ് ഓഫ് ക്ലോറിൻ. അറ്റോമിക് മാസിന്റെ ഡെഫിനിഷൻ പറയുന്നത് atomic mass is defined as the average mass of an atom of an element. It's defined as a ratio. Ratio എന്ന് പറയുമ്പോൾ it is a division ആണ്. It is a division. Defined as the average mass of an atom of an element. ഒരു എലമെന്റിലെ ഒരു ആറ്റത്തിന്റെ ആവറേജ് മാസ്. അത് എന്തിനോട് റിലേറ്റ് ചെയ്യുന്നു? ഇറ്റ് ഈസ് റിലേറ്റഡ് ടു 1/12 the mass of a carbon 12 atom. ഇതാണ് definition of an atomic mass. That is, നമ്മൾ പറയുന്ന atomic mass, it is actually a relative quantity ആണ്. ഒരു റിലേറ്റീവ് ക്വാണ്ടിറ്റി. ആരായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ആവറേജ് മാസ് ഓഫ് എൻ ആറ്റം ഓഫ് എൻ. എന്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഇറ്റ് ഈസ് ദ മാസ് ഓഫ് എൻ ആറ്റം ഓഫ് എൻ എലമെന്റ് എന്നതിന് പകരം, മാസ് ഓഫ് എൻ ആറ്റം ഓഫ് എൻ എലമെന്റ് എന്ന് പറയുന്നതിന് പകരം why we are selling average mass? എന്തുകൊണ്ടാണ് ആവറേജ് മാസ് ഓഫ് എൻ ആറ്റം ഓഫ് എൻ എലമെന്റ് തന്നെയല്ലേ? ആവറേജ് മാസ് എന്ന് പറയാൻ കൃത്യമായ ഡെഫിനിഷൻ പറയാൻ കാരണം most of the elements have got isotopes. Yes, good. Most of the elements have got isotopes. നമ്മൾ കണ്ടു എന്താണ് isotopes എന്നുള്ളത് കണ്ടു അല്ലേ? Atoms of the same element ആണ്. Atoms of the same element having the same atomic number but different mass number. Mass numberൽ മാറ്റം വരും, atomic number same ആയിട്ട് വരും. അപ്പോ ആ ആറ്റത്തിന്റെ കുറെ എലമെന്റ്സ് പല ഡിഫറെന്റ് പെർസെന്റേജ് ഓഫ് കോമ്പോസിഷനിലായിരിക്കും ഉണ്ടാവുക. കാർബൺ 12, കാർബൺ 13, കാർബൺ 14 എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഉള്ളത് കാർബൺ 12 ആണ് അല്ലെ? കാർബൺ 14 വളരെ നെഗ്ലിജിബിൾ ആണ്. കാർബൺ 14. ഹൈഡ്രജൻ, പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ടെർഷ്യം. പ്രോട്ടിയം, ഡ്യൂട്ടീരിയം, ടെർഷ്യം എന്ന് പറയുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് ഉള്ളത് പ്രോട്ടിയമാണ്. ടെർഷ്യം വളരെ മൈന്യൂട്ട് പെർസെന്റേജ്. Our percentage of abundance regarding the isotopes has to be considered. That is the average mass. അപ്പോൾ isotopes ഉള്ളതുകൊണ്ടാണ് average mass of an atom of an element എന്ന് പറയാൻ കാരണം. അത് എന്തിനോട് റിലേറ്റ് ചെയ്തിട്ടുണ്ട്? അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് 1/12 the mass of a carbon 12 atom. ഒരു കാർബൺ 12 ആറ്റത്തിന്റെ മാസ് എത്രയാണോ അതിന്റെ 12-1. 1/12 the mass of a carbon 12 atom. ശരിക്കും പറഞ്ഞാൽ how we can calculate the mass of an atom of carbon? Mass of an atom of carbon. ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് ഇൻ ഗ്രാം എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? We know that 12 gram of carbon contains Avogadro number of atoms. 12 gram of carbon contains Avogadro number of atoms. അങ്ങനെയാണെങ്കിൽ one atom, ഒരു ആറ്റത്തിന്റെ മാസ് എത്രയാണ്? എന്തുവരെ? 12 divided by Avogadro number 6.022 into 10⁻23. Our mass of an atom of a carbon atom is equal to 12 divided by Avogadro number 6.022 into 10⁻23.
12 divided by 6 approximately 2, or it is 1.99 into 10 raised to minus 23 gram. ഇതാണ് ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ്, കാർബൺ 12 ആറ്റത്തിന്റെ മാസ്. That is a mass. അപ്പൊ ഏതൊരു ആറ്റത്തിന്റെയും മാസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അറ്റോമിക് മാസ് u divided by the Avogadro number. അപ്പൊ 1/12 the mass of a carbon 12 atom എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? 1/12 the mass of a carbon 12 atom എന്ന് പറയുമ്പോൾ we can say 1/12 into mass of a carbon atom 12 divided by 6.022 into 10 raised to 23. 12 12 ക്യാൻസൽ ചെയ്തു അല്ലേ? അപ്പൊ എന്ത് വരും? 10 raised to minus 23 വിളിക്കും. 10 raised to minus 23. ഇത് വരും 1 divided by 10 raised to minus 23. ഇവൻ ഇവിടേക്ക് വരും അല്ലെ? 10 raised to minus 1 divided by, or is 1 divided by 6.022 into 10 raised to 23. ഇവനെ മേലേക്ക് കയറ്റിയാലോ? പറയാം. ഈ atomic mass ശരി പറയാം once I will tell you once more. How we can define the atomic mass? ഒരു അറ്റോമിക് മാസിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എപ്പോഴും ഗ്രാമിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വളരെ നെഗ്ലിജിബിൾ ആണ്. അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം എന്ന് പറയുമ്പോൾ 1.673 into 10 raised to minus 24 gram ആണ്. അപ്പോൾ വളരെ 10 raised to minus 24 and 10 raised to minus 23 അല്ലെങ്കിൽ 10 raised to minus 22 അങ്ങനെയുള്ള ഈ സ്മോൾ ക്വാണ്ടിറ്റീസിനെ നമ്മൾ ഓർത്ത് വെച്ചിട്ട് അറ്റോമിക് മാസ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ, റിലേറ്റ് ചെയ്യാന്ന് പറയുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ് ഫോർ ദ ഫ്യൂച്ചർ സ്റ്റഡീസ്. അതുകൊണ്ട് ആ ഓരോ ആറ്റത്തിന്റെയും അറ്റോമിക് മാസ് എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഇറ്റ് ഈസ് എ റിലേറ്റീവ് ക്വാണ്ടിറ്റി. ക്ലിയർ ആണോ? ഇറ്റ് ഈസ് എ റിലേറ്റീവ് ക്വാണ്ടിറ്റി. എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു? ഏത് ഓരോ എലമെന്റിന്റെയും ഒരു ആറ്റത്തിന്റെയും ആവറേജ് മാസ് കണ്ടുപിടിക്കുന്നു. യെസ്, റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലാസ് ശ്രദ്ധിക്കുക. The average mass of an atom of an element. Average mass of an atom. എന്തുകൊണ്ടാണ് ആവറേജ് മാസ് എന്ന് പറയാൻ കാരണം? ബിക്കോസ് ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഐസോടോപ്സ്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഐസോടോപ്സ് ഇല്ലെങ്കിൽ നമുക്ക് പറയാമായിരുന്നു മാസ് ഓഫ് an atom of an element. Due to the presence of isotopes, the accurate definition is atomic mass is defined as the ratio of atomic mass is defined as a ratio of എന്തിന്റെ ratio? Average mass of an atom of an element to 1/12 the mass of a carbon 12 atom. 1/12 the mass. ഇത് ക്ലിയർ ആണോ ഈ ഡെഫിനിഷൻ? ഈ 1/12 the mass of a carbon 12 atom ഏറ്റവും ആദ്യം പറഞ്ഞിരുന്നത് ഹൈഡ്രജൻ ആറ്റത്തിനെ വെച്ചിട്ടായിരുന്നു റിലേറ്റ് ചെയ്തിരുന്നത്. What is the atomic mass, average mass of an atom of an element to the mass of a hydrogen atom? അതായിരുന്നു പറഞ്ഞിരുന്നത്. പിന്നീടാണ് അത് ഓക്സിജനെ റിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞത്. Average mass of an atom of an to 1/16 the mass of an oxygen atom എന്ന് പറഞ്ഞിരുന്നു. Later on, from 1961 onwards, the IUPAC recommends. IUPAC എന്ത് റെക്കമെൻഡ് ചെയ്തു? ഹൈഡ്രജനും അല്ല ഓക്സിജനും അല്ല റിലേറ്റീവ് ആയിട്ടുള്ള മാസ് ആയിട്ട് എടുക്കുന്നത്. റിലേറ്റീവ് ആയിട്ട് എടുക്കുമ്പോൾ യു ഹാവ് ടു ടേക്ക് കാർബൺ ഈസ് ടേക്കൺ ആസ് എ സ്റ്റാൻഡേർഡ്. കാർബൺ 12 ഈസ് ടേക്കൺ ആസ് എ സ്റ്റാൻഡേർഡ്. മോർ ആക്യുറേറ്റ് ആണ്. കാർബൺ 13 കാർബൺ 14 ആ ഐസോടോപ്സിൽ ഏറ്റവും മോസ്റ്റ് എബുണ്ടന്റ് ഫോം, മോസ്റ്റ് സ്റ്റേബിൾ ഫോം ആ കാർബൺ 12നെ ഏതായിട്ട് എടുക്കുന്നു? It is related. അപ്പോൾ കാർബൺ 12 ആറ്റാണ് അക്കോർഡിംഗ് ടു IUPAC. കുറച്ച് വേറെ വർഷങ്ങളായി 60 വർഷത്തോളം ആവാൻ പോകുന്നു. From 1961 onwards, carbon 12 is taken as a standard for calculating the relative atomic mass. അപ്പൊ ആദ്യം ഹൈഡ്രജനെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തിരുന്നു, പിന്നെ ഓക്സിജനെ സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തു. Now we are using IUPAC uses carbon 12 as taken as a standard. അപ്പൊ കാർബൺ 12 സ്റ്റാൻഡേർഡ് ആയിട്ട് എടുത്തു. എന്നിട്ട് അതിന്റെ എന്ത് എടുത്ത് കണ്ടുപിടിച്ചു? അതിന്റെ 12 1/12 the mass of a carbon 12 atom. ചോദ്യം ഇതാണ്, what is the mass of a carbon atom? Mass of a carbon atom, carbon 12 atom more accurate പറയാം.
Mass of a carbon 12 atom. In gram. ഗ്രാമില് ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് more accurate is a mass of a carbon 12 atom. Mass of carbon 12 atom in gram. എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? Why did they choose carbon other than? ഈ IUPAC എന്നുള്ള ഇതുണ്ടല്ലോ, ഇന്റർനാഷണൽ യൂണിയൻ ഓഫ് പ്യൂർ ആൻഡ് അപ്ലൈഡ് കെമിസ്ട്രി, ഓൾ ഓവർ ദ വേൾഡിലെ സയന്റിസ്റ്റുകൾ 4 വർഷം കൂടുമ്പോൾ മീറ്റിംഗ് ചേർക്കും. ആ മീറ്റിംഗിലാണ് ഇവർ തീരുമാനിക്കുന്നത്. അവരെ കുറെ റിസർച്ച് വർക്കുകൾ ഉണ്ടായിരിക്കും, അവർ കുറെ പബ്ലിഷ്ഡ് പേപ്പേഴ്സ് ഉണ്ടായിരിക്കും. സർ, ആവറേജ് മാസ് എന്താ പറഞ്ഞു? Average mass of an atom of element in ഗ്രാമിലാണ്. Average mass of an atom of element in ഗ്രാമിലാണ്. Average mass of an atom of an element in ഗ്രാമിലാണ്. Now we have mass spectrometry ഉണ്ട്, to determine the accurately the mass of an atom. മാസ് കണ്ടുപിടിക്കാൻ പറ്റിയത് അത് വളരെ കാലം മുൻപെടുത്ത ആ ഇത് വളരെയേറെ സ്പെസിഫൈ ചെയ്യുന്നു. മാസ് ഡിഫൈൻ ചെയ്ത് വരുമ്പോൾ ഇതിന്റെ പ്രശ്നം, ഇതിന്റെ ഇതെന്ന് പറഞ്ഞ ഭംഗി എവിടെയൊക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇത് ഡിവൈഡ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് വളരെ ഈസി ആയിട്ട് ഓർത്ത് വെക്കാൻ. മാസ് ഓഫ് എൻ ഹൈഡ്രജൻ ആറ്റം ഈസ് 1, മാസ് ഓഫ് എൻ ഓക്സിജൻ ആറ്റം ഈസ് 16, മാസ് ഓഫ് നൈട്രജൻ ആറ്റം ഈസ് 14 എന്ന് പറയുന്ന ഒരു ഹോൾ നമ്പറിലേക്ക് ചേർന്ന് നിൽക്കാം. കുറേയും കൂടി ഓർത്ത് വെക്കാനും കുറേ കൂടി പ്രായോഗിക തലത്തിൽ അപ്ലൈ ചെയ്യാനും കുറെ പ്രോബ്ലംസ് ചെയ്യാനും വളരെ എളുപ്പമാണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കാർബൺ ഹൈഡ്രജനെയും ഓക്സിജനെയും മാറ്റി നിർത്തിയിട്ട് carbon is taken as a standard by IUPAC. Carbon. ഇനി മാസ് ഓഫ് എ കാർബൺ ആറ്റം ഇൻ ഗ്രാം. എങ്ങനെയാണ് ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ്? നമുക്കറിയാം വളരെ നെഗ്ലിജിബിൾ ആയിട്ടുള്ള കാർബൺ ആറ്റത്തിന്റെ മാസ്. ഓക്കെ, ക്ലിയർ, ഗുഡ്. ഒരു നെഗ്ലിജിബിൾ കാർബൺ ആറ്റത്തിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം? അതാണ് തൊട്ടടുത്ത് വരുന്ന മോൾ എന്നുള്ള കോൺസെപ്റ്റ്. ഇപ്പൊ തൽക്കാലം ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ 12 ഗ്രാം ഓഫ് കാർബൺ എടുത്തു കഴിഞ്ഞാൽ 12 gram of carbon. 12 gram of carbon. 12 gram of carbon 12 എടുത്തു കഴിഞ്ഞാൽ it exactly contains 6.022 into 10 raised to 23 carbon atoms ഉണ്ടാവും. 12 gram കാർബൺ നമ്മൾ എക്സാക്ട്ലി വെയിറ്റ് ചെയ്ത് 12 gram എടുത്തു കഴിഞ്ഞാൽ അതിനെയാണ് പറയുന്നത് അവഗാഡ്രോ നമ്പർ. അവഗാഡ്രോ നമ്പർ ഓഫ് particles. Carbon atom contains about 6.022 into 10 raised to 23 carbon atoms ഉണ്ടാവും. നമ്മൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു സംഖ്യ അല്ലാട്ടോ. നമുക്ക് 10 raised to 23 എന്താണുള്ളത്? ഒരു മനുഷ്യായുസ്സിലിരുന്ന് എണ്ണിയാൽ പോലും അതിന്റെ പകുതി പോലും, അതിന്റെ 1/4 ഭാഗം പോലും എണ്ണിത്തീരാൻ കഴിയില്ല. ഇത്ര നെൽമണികൾ തന്നിട്ട് ഇതൊന്ന് എണ്ണി തീർക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർക്കാൻ പറ്റാത്തത്രയാണ്. എത്ര വർഷങ്ങളോളം എടുക്കും, എത്ര കൂടാൻ കൂടി വർഷങ്ങൾ എടുക്കുന്നതാണ്. അപ്പോ ആ ഒരു 12 gram ഓഫ് കാർബണിലാണ് 6.0223 into 10 raised to 23 കാർബൺ ആറ്റംസ്. ഇനി ഇത് 1 കാർബൺ ആറ്റം, അതിലെ ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് എത്രയാണ് എന്നാണ് ചോദിക്കുന്നത്. 12 gram ഓഫ് കാർബണില് ഇത്ര കാർബൺ ആറ്റംസ് ഉണ്ടെങ്കിൽ ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് എത്രയായിരിക്കും? എങ്ങനെ ചെയ്യാൻ പറ്റും? ഹൗ വി ക്യാൻ ഡിഫൈൻ? 12 ഗ്രാമില് ഇത്ര കാർബൺ, അല്ലെങ്കിൽ ഇത്ര കാർബൺ ആറ്റംസ് കൂടിയിട്ടാണ് 12 ഗ്രാം. 6.022 into 10 raised to 23 കാർബൺ ആറ്റംസ് കൂടിയിട്ടാണ് 12 ഗ്രാം. അങ്ങനെയാണെങ്കിൽ ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് എത്രയാണ്? എന്ത് ചെയ്യണം? This into this divided by this. അപ്പൊ എന്ത് വരും? 12 divided by 6.022 into 10 raised to 23. This is the mass of a carbon atom in gram. Mass of a carbon atom in gram. Clear ആണോ? അപ്പോൾ 12 divided by 6 2 വരും, 6.022. Therefore the value will become 1.99 into 10 raised to minus 23 gram. ഇങ്ങനെയാണ് ഓരോ ആറ്റത്തിന്റെയും മാസ് കണ്ടുപിടിക്കുന്നത്. ഈ ഭാഗം ക്ലിയർ അല്ലേ ഇതുവരെ? ഹൗ ടു കാൽക്കുലേറ്റ് ദ മാസ് ഓഫ് എ കാർബൺ ആറ്റം. മാസ് ഓഫ് എ കാർബൺ.
യെസ്, ഗുഡ്. ഇത് ക്ലിയർ ആണെങ്കിൽ അടുത്ത സെന്റൻസിലേക്ക് പോട്ടെ ഞാൻ. ക്ലിയർ അല്ലേ എല്ലാവരും? ഇനി ഇത് ക്ലിയർ ആണെങ്കിൽ ഞാൻ തൊട്ടടുത്ത സെന്റൻസിലേക്ക് പോകുന്നു. അപ്പൊ മാസ് ഓഫ് എ കാർബൺ ആറ്റം ഇൻ ഗ്രാം നമ്മൾ കണ്ടുപിടിച്ചു. ദിസ് ഈസ് ദ മാസ് ഓഫ് എ കാർബൺ ആറ്റം. മാസ് ഓഫ് കാർബൺ ആറ്റം എത്ര ഗ്രാം ആണ്? ഇനി പറയുന്നു 1/12 the mass of a carbon atom. 1.99 into 10 raised to minus 23 average mass of atom ആണോ? അല്ലട മോനെ, ഇറ്റ് ഈസ് ദ മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം എന്ന് പറഞ്ഞില്ലേ? 12 ഗ്രാം ഓഫ് കാർബൺ 12 എടുത്തു. 12 ഗ്രാം ഓഫ് കാർബൺ അല്ലെങ്കിൽ 12 ഗ്രാം ഓഫ് കാർബൺ 12 എടുത്തപ്പോ 12 ഗ്രാം ഓഫ് കാർബൺ 12 എടുത്തപ്പോ അതില് 6.022 into 10⁻23 കാർബൺ ആറ്റംസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് എത്രയാണ് എന്നുള്ളതാണ് ചോദ്യം. ഒരു കാർബൺ ആറ്റത്തിന്റെ മാസ് 1/12. The mass of a carbon atom is 1.99 into 10⁻⁻². It is a mass of a carbon 12 atom. Is it clear? Mass of a carbon 12. ഇത് ക്ലിയർ ആണെങ്കിൽ തൊട്ടടുത്ത ഇതിലേക്ക് പോകുന്നു. ഇനി 1/12 the mass of a carbon atom. 1/12 the mass of a carbon. ഇത് എങ്ങനെ ചെയ്യും? 1/12 the mass of a carbon 12 atom. Mass of a carbon 12 atom എത്രയാണ്? എങ്ങനെ ചെയ്തത്? ഇതാണ് mass of a carbon 12 atom. That is 12 divided by 6.022 into 10⁻23. ആണോ? Mass 1/12 the mass of a carbon 12 atom. ശരിയല്ലേ? ക്ലിയർ അല്ലേ? 1/12 the mass of a carbon 12 atom. Yes. അപ്പൊ ഈ 1/12 ഈ 12 ക്യാൻസൽ ചെയ്ത് പോയോ? അപ്പൊ എന്ത് വരും? 1 divided by 6.022 into 10⁻23. ഇങ്ങനെ എഴുതി കൂടെ? ഈ 10⁻23 മുകളിലേക്ക് പോയില്ലേ? മുകളിലേക്ക് പോകുമ്പോ എന്ത് വരും? 10⁻⁻23 divided by 6.022. എഴുതി കൂടെ? എഴുതാം. അപ്പൊ 10⁻⁻23 നമുക്ക് എനിക്ക് 10 into 10⁻⁻24 എന്ന് എഴുതി കൂടെ? 10⁻⁻23 is equal to 10 into 10⁻⁻24. ശരിയല്ലേ? 10⁻⁻23 divided by 6.022. ശരിയല്ലേ? അപ്പൊ എന്ത് വന്നു? 10 divided by 6.022. 10 divided by 6 എന്ത് വരും? 10 divided by 6 എന്ന് പറയുമ്പോൾ എന്ത് വരും? 1.66. 1.66. കുറെ കൂടി ആക്യുറേറ്റ് പറഞ്ഞ 1.66056 into 10⁻⁻24. 1.66056 into 10⁻⁻24. കാണുന്നുണ്ടോ? 1.66 into 10⁻⁻24 gram. Or approximately it is 1.66 into 10⁻. ബാക്കിയുള്ളത് വിട്ടുകളെ. 1.66 അതെങ്കിലും ഓർത്ത് വയ്ക്കുക. 1.66 into 10⁻⁻24 gram. ഇത് ക്ലിയർ ആണോ? 1/12 the mass of a carbon 12 atom. ക്ലിയർ അല്ലേ? വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. എന്ത് ചെയ്തു? 1/12 അത് അവിടെ കിടക്കുന്നുണ്ട്. 1/12 the mass of a carbon 12 atom എന്ത് ചെയ്തു? The atomic mass of carbon divided by Avogadro number. ഇത് ചെയ്തു. ഇത് ഞാൻ ചെയ്തിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കി. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് അവസാനം എന്ത് കിട്ടി? 10 divided by 6.022 കിട്ടി. 10 divided by 6.022 is 1.66056 കിട്ടി. 1.66056 into 10⁻⁻24 gram. അപ്പോ ഈ 1/12 the mass of a carbon 12 atom എന്ന് പറയുമ്പോൾ it is 1.66. Its value is
Its value is 1.66 into 10 raised to minus 24 gram. 1.66 or 0.56 more accurately, right? 1.66056 into 10 raised to minus 24 gram. ഈ 1/12 the mass of a carbon 12 ഇതിനെയാണ് നമ്മൾ പറയുന്നത് we call it as 1 AMU. എന്താണ് AMU? AMU is known as atomic mass unit. Atomic mass unit. Our 1/12 the mass of a carbon 12 atom we call it as 1 AMU. Or we call it as 1U എന്ന് പറയും. 1U എന്ന് പറയുന്നത് എന്താണ്? It is known as a unified mass. It is known as unified mass. Unified mass. Clear ആണോ? അതായത് നമ്മൾ ആകെ ചെയ്ത എന്താണ്? 1/12 the mass of a carbon 12 atom. 1/12 the mass of a carbon 12 atomത്തിന്റെ വാല്യൂ എന്താണെന്ന് കണ്ടുപിടിച്ചു. 1/12 the mass of a carbon 12 atom എന്ന് പറയുമ്പോൾ 12 divided by Avogadro number. 1/12 അതിന്റെ വാല്യൂ കണ്ടുപിടിച്ചു 1.66056 into 10 raised to minus 24 gram. ആ 1.66 into 10 raised to minus 24 ഗ്രാമിനെയാണ് പറയുന്നത് we call it as 1 AMU or 1U. 1 atomic mass unit or we call it as 1 unified mass. ഈ വാല്യൂ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. 1 AMU or 1U 1.66 into 10 raised to minus 24 gram. 1.66 into 10 raised to minus 24 gram. Is it clear? So, once more, yes. ഇനിയും പറയാം, പറഞ്ഞുകൊണ്ടേയിരിക്കാം. ഈ ചാപ്റ്റർ അറ്റോമിക് മാസ് യൂണിറ്റ് മോൾ കോൺസെപ്റ്റ് ഞാൻ ഒന്ന് പിന്മാറിയത് എന്താണെന്ന് വെച്ചാൽ ഈ ചാപ്റ്റർ കുറച്ചൊരു ഇതാണ്, വെൽ ക്ലിയർ ആണ്. പറഞ്ഞുകൊണ്ടേയിരുന്നാലാണ് വെൽ ക്ലിയർ ആവുക. അതുകൊണ്ടാണ് ഞാൻ ആദ്യം അറ്റോമിക് സ്ട്രക്ചർ തുടങ്ങാന്നുള്ള ഒരു സങ്കല്പത്തിൽ വന്നിരുന്നത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്, നമ്മുടെ കൈപ്പിടിയിൽ ചില കാര്യങ്ങൾ ഒതുങ്ങില്ല. ചിലർ തോന്നും എന്നാ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ തുടങ്ങാം എന്നുള്ളത്. ചിലർക്ക് ഇത് മനസ്സിലാക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് വരും. അപ്പോ ഇനിയും പറയാം. ആകെ നമ്മൾ ചെയ്ത് മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം എന്ന് പറയുമ്പോൾ 12 gram ഓഫ് കാർബൺ എടുത്തു കഴിഞ്ഞാൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ 1 ആറ്റത്തിന് എത്രയായിരിക്കും മാസ് എന്ന് ആദ്യം കണ്ടുപിടിച്ചു. 12 gram ഓഫ് കാർബൺ 12 എടുത്തു കഴിഞ്ഞാൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഒരു ആറ്റത്തിന് എത്രയാണ് മാസ് എന്ന് കണ്ടുപിടിച്ചു. എന്ത് സംഭവിച്ചു? 12 divided by 6.022 into 10 raised to 23. ഇതൊരു കാർബൺ. ദിസ് ഈസ് ദ മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. ഇതാണ് ദ മാസ് ഓഫ് എ കാർബൺ 12 ആറ്റം. 1/12. ശരിയാണ്. 1/12 ദ മാസ് ഓഫ് എ കാർബൺ 12 ആറ്റത്തെയാണ് 1 AMU എന്ന് പറയുന്നത്. ഇതിനെന്ത് ചെയ്തു? 1/12 ദ മാസ് എന്ന് പറയുമ്പോൾ 1/12 എന്ന് പറയുമ്പോൾ എന്ത് ചെയ്തു? 1/12 into 12. അപ്പൊ എന്ത് വന്നു? ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തത്. 1 divided by 6.022 into 10 raised to 23. ഇവൻ മേലോട്ട് പോയപ്പോ എന്ത് വന്നു? 10 raised to minus 23 divided by Avogadro number 6.022 into 10 raised 6.022. ഇതിന്റെ വാല്യൂ ആണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചത്? This value comes about this one 1.66. ഇനിയും മനസ്സിലാവാത്തവരോട് ഈ ഒരു കാര്യം ഓർത്തു വയ്ക്കുക. 1/12. സർ 1 Avogadro number അതിനല്ലേ ചെയ്തത്? 1 divided by Avogadro number തന്നെയല്ലേ ചെയ്തത്? 1 divided by Avogadro number. 1 divided by Avogadro number തന്നെയാണ് ചെയ്തത്. 1 divided by Avogadro number എന്ത് ചെയ്യുന്നു?
1 divided by Avogadro number പറയുമ്പോൾ 6.022 10 raised to minus 23 ഇങ്ങനെ വന്നു. അതിന്റെ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 1.66 into 10 raised to minus 24 gram. ഇതാണ് 1 എക്സാമ്പിൾ തരാം. വെയിറ്റ് ഈ അറ്റോമിക് മാസ് കഴിഞ്ഞിട്ട് വരണ്ടേ. അറ്റോമിക് മാസ് ഒന്ന് ക്ലിയർ ആക്കിയിട്ട് വേണം എനിക്ക് അടുത്ത ചോദ്യത്തിലേക്ക് വരാൻ. ഇതൊന്ന് ക്ലിയർ ആകട്ടെ. അപ്പോ 1/12 the mass of a carbon atom is 1.66 into 10 raised to minus 24 gram. അതിനെയാണ് നമ്മൾ പറയുന്നത് 1 AMU. Therefore, what is 1 AMU? 1 AMU or 1U is 1/12 the mass of a carbon 12 atom. Clear ano? 1 AMU or 1U, 1 unified mass is 1/12 the mass of a carbon 12 atom. 1/12 the mass of a carbon 12 atom. And what is 1 AMU or 1 AMU or 1U is equal to 1.66056 into 10 raised to minus 24 gram. ഇപ്പൊ ക്ലിയർലേ? യെസ്. ആകെ നമ്മൾ കണ്ടുപിടിച്ചത് എന്താണ് യൂണിഫൈഡ് മാസ് എന്ന് പഠിച്ചത്. വാട്ട് ഈസ് മെൻ ബൈ യൂണിഫൈഡ് മാസ്? വാട്ട് ഈസ് മെൻ ബൈ അറ്റോമിക് മാസ് യൂണിറ്റ്? അപ്പൊ ഓർത്ത് വെക്കുക, അറ്റോമിക് മാസ് യൂണിറ്റ് ഓർ യൂണിഫൈഡ് മാസ് ഈസ് എങ്ങനെയാ ഡെഫിനേഷൻ വരുന്നത്? 1/12 the mass of a carbon 12 atom. 1/12 the mass of a carbon 12 atom is known as 1 AMU or 1U. Clear അല്ലേ? Its value എന്താണെന്ന് ചോദിച്ചാൽ its value is 1.66056 into 10 raised to minus 24 gram. ഇത് വിട്ട് കളഞ്ഞാൽ 1.66 ഓർത്ത് വെച്ചാൽ മതി ഫോർ അവർ കാൽക്കുലേഷൻ പർപ്പസ്. വളരെ വ്യത്യാസങ്ങൾ കേട്ടോ. വളരെ ഒരു ഡെസിമൽ ഇപ്പുറത്ത് പോയാലും വളരെ വ്യത്യാസമുണ്ട്. എന്നാൽ പോലും ഫോർ അവർ സേക്ക് ഓർത്ത് വയ്ക്കുക 1.66 into 10 raised to minus 24 gram. അതിനെയാണ് നമ്മൾ പറയുന്നത് 1 AMU or 1U. ക്ലിയർ ആണല്ലോ? Is it clear? ഇനി എങ്ങനെയാണ് നമ്മൾ അറ്റോമിക് മാസ് പറയുന്നത്? If you want to determine the atomic mass of hydrogen, if you want to determine the what is meant by atomic mass of hydrogen atom, atomic mass of hydrogen എങ്ങനെയാണ് ഡെഫിനിഷൻ വരുന്നത്? It is a ratio of എന്തിന്റെ ratio? Average mass of an atom of hydrogen. What is the average mass of an atom of hydrogen? It is 1.6736 into 10 raised to minus 24 gram. That is defined as a ratio of എന്തിന്റെ ratio of average mass of an atom of hydrogen. ആ average mass of an atom of hydrogen mass ആണ് 1.6736 into 10 raised to minus 24 gram. 2 എന്തുകൊണ്ട് 2? 1/12 the mass of a carbon 12 atom. 1/12 the mass of a carbon 12 atomത്തിന്റെ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. എത്രയാണ്? 1.66056 into 10 raised to minus 24 gram. കണ്ടോ? ഈ ഗ്രാമം 10 raised to minus gram and gram 10 raised to minus 24. That is 1.6736 divided by 1.66056. It is approximately equal to 1.008 AMU or 1.008 U. ഇതാണ് അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ. അപ്പോൾ അറ്റോമിക് മാസ് ഈസ് എ റിലേറ്റീവ് ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് എ റിലേറ്റീവ് ക്വാണ്ടിറ്റി. ആരായിട്ട് റിലേറ്റ് ചെയ്യുന്നു? 1/12 the mass of a carbon 12 atom, which is known as 1 AMU.
or 1u. അതായിട്ട് റിലേറ്റ് ചെയ്യുന്നത്. ഓരോ ആവറേജ് മാസ്, ഓരോ ആറ്റത്തിന്റെയും ആവറേജ് മാസ് കണ്ടുപിടിച്ച് അത് ഇവനായിട്ട് റിലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ വരുന്നുണ്ടല്ലോ, അതിനെയാണ് നമ്മൾ പറയുന്നത് അറ്റോമിക് മാസ്. വാല്യൂസ് ഏത് വാല്യൂസ് ആണ് ബൈഹാർട്ട് ചെയ്യേണ്ടത്? ആകെ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാല്യൂ ഒന്ന് ഒത്തു വയ്ക്കുക, 1.66 into 10⁻²4. മറ്റേതൊക്കെ വിട്ടുകളെ 1.735 734 ഒക്കെ വരുന്നുണ്ട്. മാസ് പ്രോട്ടോണും ന്യൂട്രോണും വരുമ്പോ ഓർത്തു വയ്ക്കേണ്ടതാണ്. കളഞ്ഞോളൂ, എന്നാലും വലിയ പ്രശ്നമില്ല. ബിക്കോസ് അത്ര വലിയ പ്രോബ്ലം നമുക്ക് വരുന്നില്ല. നമ്മളിപ്പോ പ്രോബ്ലം സേക്ക് വരുമ്പോ കാൽക്കുലേഷൻ എല്ലാം കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഈ 1.008u ഈസ് ടേക്കൺ ആസ് 1u അല്ലേ? 1.008 എന്ന് പറയുന്നുണ്ടോ? Is actually 1. What is the atomic mass of hydrogen? 1. It is taken as 1. ഇനി ഇത് ക്ലിയർ ആണ്. അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ എങ്ങനെയാണ് 1ലേക്ക് എത്തിയത്? നമ്മൾ പറയുന്ന വാല്യൂ, നമ്മൾ പറയുന്ന അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ ഈസ് 1 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 1 അറ്റോമിക് മാസ് യൂണിറ്റ്. വാല്യൂസ് 10%. വാല്യൂ 10% ആക്യുറേറ്റ് ആവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഈ അറ്റോമിക് മാസ് ഒക്കെ മാസ് സ്പെക്ട്രോമെട്രി നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് വൈ ഷുഡ് ബി ബോധർ? അത്രയ്ക്ക് ബോധർ ആവേണ്ട കാര്യമൊന്നുമില്ല. ദിസ് ആക്യുറേറ്റ് നമുക്ക് ഈ വാല്യൂസ് ഒന്നും കാണാൻ പഠിക്കുന്ന വാല്യൂ ഇതൊന്നും ഓർത്ത് വയ്ക്കുക. 1 യൂണിഫൈഡ് മാസിന്റെ വാല്യൂ അത് ഞാൻ പറയാം എന്തുകൊണ്ടാണ് എളുപ്പത്തിന് ഫോർ ദ കാൽക്കുലേഷൻ ഓഫ് മാസ് ഓഫ് ആൻ ആറ്റം ഓഫ് സിൽവർ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. വാട്ട് ഈസ് മെന്റ് ബൈ 1u? ഇതിനെയാണ് പറയുന്നത് ആവറേജ് മാസ്, അറ്റോമിക് മാസ് ഓഫ് ഹൈഡ്രജൻ. ഹൗ വി ക്യാൻ കാൽക്കുലേറ്റ് ഇറ്റ്? ഇനി what is atomic mass of oxygen? What is atomic mass of oxygen? Yes, 16u. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ it is 15.995u ആണ്. അതാണ് നമ്മൾ പറയുന്നത് it is equal to 16u. Atomic mass of one oxygen atom. The atomic mass of an oxygen atom is 16. എന്ന് പറയുമ്പോൾ it is 16 യൂണിഫൈഡ് മാസ് ആണ്. 16 യൂണിഫൈഡ് മാസ്. അതിനെങ്ങനെ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പറ്റും? വാട്ട് ഇസ് ദ ഡെഫിനിഷൻ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ atomic mass of oxygen atom is defined as average mass of an atom. Average mass of an atom of oxygen to 1/12 the mass of a carbon 12 atom. ഇതാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഇറ്റ് ഈസ് ഈക്വൽ ടു 16u എന്ന് പറയുന്നത്. Average of atomic mass of an oxygen atom is defined as atomic mass of an oxygen atom is defined as a ratio of average mass of an atom of oxygen atom which contains isotopes. അങ്ങനെയുള്ള ഐസോടോപ്സ് ഉള്ളതിന്റെ ആവറേജ് മാസ് ഓഫ് an atom of oxygen, it is related to 1/12 the mass of a carbon 12 atom. Mass of a carbon 12 atom. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറ്റോമിക് മാസ് ഓഫ് an oxygen എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is 16u. It is 16 times heavier than എന്ന് പറയും atomic mass of an oxygen atom. Atomic mass of an oxygen is 16 times heavier than. എന്തിനേക്കാളും heavier? എന്തിനേക്കാളും 16 ഇരട്ടി heavier. It is 16 times heavier than 1/12 the mass of a carbon 12 atom. Yes, it is 16 times heavier than 1/12 the mass of a carbon 12 atom. What is the mass? 1/12 the mass of a carbon 12 atom?
It is 1.66056 into 1.66 into 10 raised to minus 24 gram. അതിന്റെ 16 ഇരട്ടിയാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, what is the calculate the mass of an oxygen atom in gram. ഇത് നമ്മൾ പറയുന്ന atomic mass of oxygen ആണ് 16U. Atomic mass of oxygen is 16U. What is the mass of an oxygen atom? In gram. Mass of an oxygen atom in gram. എന്ത് ചെയ്താൽ മതി? വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല. 16U 16 into U കുറച്ച് നേരത്തെ പറഞ്ഞു. എത്രയാണ്? 1.66056 അല്ലെങ്കിൽ 1.66 into 10 raised to minus 24 gram. 1.66056 into 10 raised to minus 24 gram. അതാണ് ഞാൻ പറഞ്ഞത്. Mass of an oxygen atom. Atomic mass of oxygen is 16 times heavier. 16 times heavier than 1/12 the mass of a carbon atom. That is 16 times heavier എന്ന് പറയുമ്പോൾ 16 into 1/12 the mass of a carbon atom. 1.66 into 10 raised to minus 24 gram. Clear ആണോ? How we can calculate the mass of an atom in gram? Mass of an atom in gram. 16 into 1.66 into 10 raised to minus 24 gram. അല്ലെങ്കിൽ നമുക്ക് അവഗാഡ്രോ നമ്പർ വെച്ച് ചെയ്യാം അല്ലേ? 16 divided by Avogadro number. 16 divided by Avogadro. What is meant by atomic mass? The definition of atomic mass. The definition of atomic mass, it is defined as a ratio. In the ratio, is defined as a ratio of average mass of an atom of element. Is defined as a ratio of average mass of an atom of an element to 1/12 the mass of a carbon 12 atom. To 1/12 the mass of a carbon 12 atom. ഈ 1/12 the mass of a carbon 12 ആറ്റത്തിനെയാണ് നമ്മൾ പറയുന്നത് 1 AMU or 1 U. Its value is 1.66056 into 10 raised to minus 24 gram, or approximately 1.66 into 10 raised to minus. Yes, once more, sir, is the average mass of the atoms already given. Or we have to find out. നിങ്ങൾ പാടുപെട്ട, നിങ്ങൾ ബുദ്ധിമുട്ടുണ്ടാന്നേ. ഇതൊക്കെ സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ടെന്നേ. കാലങ്ങളായിട്ട് ഇത് ചെയ്തിട്ട് കണ്ടുപിടിച്ച എല്ലാ മാസ് കണ്ടുപിടിച്ചിട്ട് പിന്നെ ഞാൻ പറയുന്ന മാസ് സ്പെക്ട്രോമെട്രി വന്നപ്പോൾ ആ വാല്യൂ ആക്യുറേറ്റ് ആയി വരുന്നു. വൈ ഷുഡ് വി പോർ? അപ്പോൾ റിസർച്ച് വർക്ക് ചെയ്യുന്നില്ലല്ലോ. റിസർച്ച് വർക്ക് ചെയ്തിട്ട് എന്നാ ഇതല്ല ഇതിന്റെ മാസ് ഇങ്ങനെ ആവാൻ വഴിയില്ല എന്ന് പറഞ്ഞ് റിസർച്ച് ചെയ്യാൻ പറ്റേ? ഇപ്പൊ തൽക്കാലം ഇങ്ങനെ തന്നെയാണ് ആവറേജ് മാസ്. അറ്റോമിക് മാസ് ആർക്കാണ് ആവറേജ് അറ്റോമിക് മാസ്? ഏതായിരുന്നു ചോദ്യം? Are atomic mass and are atomic mass and mass number are connected? നല്ലൊരു ചോദ്യമാണ്, പലപ്പോഴും സംശയം തോന്നാം അല്ലേ? ഈ അറ്റോമിക് മാസ് of oxygen is 16. Atomic mass of oxygen is 16. Mass number of oxygen atom is also 16. പിന്നെ ഇവ തമ്മിൽ എന്താ വ്യത്യാസം? Atomic mass of oxygen is 16. Mass number of oxygen atom is also 16. Then what is the difference between atomic mass and mass number? Mass number is always a whole number. It is a sum of mass number എന്തായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു? Mass number is the sum of protons and neutrons.
Number of protons and neutrons കൂടിച്ചേരുന്നതാണ് mass number. The total number of protons and neutrons is known as mass number. Atomic mass അതല്ലല്ലോ. Atomic mass whole number ആണോ? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തോ കിട്ടിയ നമ്പർ എത്രയാണ് ആക്ച്വലി? 15.995 U ആണ്. അത് നമ്മുടെ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഓർമ്മ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അപ്രോക്സിമേറ്റ് പറയുന്നു. Mass have a unit. Atomic mass of oxygen. Atomic mass of oxygen is 16 U. Unit ആണ്. It is a unified mass or AMU, AFU or U. Atomic mass of oxygen. ഇത് 15.995 ആണ്. Atomic mass is fractional. Whole numberനോട് അടുത്തടുത്ത് വരും. 1.008 U. ശരിക്കും പറഞ്ഞാൽ what is the atomic mass of carbon? Atomic mass of carbon is 12.011 U ആണ്. Is 12.011 U. What is the mass number of carbon? Mass number of carbon is equal to 12. That is equal to 6 protons plus 6 neutrons. Mass number ഒരു നമ്പർ അല്ലേ? അതിന് എവിടെ നിന്നാണ് ഞാൻ യൂണിറ്റ് എവിടെ നിന്ന് എടുത്തുകൊണ്ട് വരും? മാസ് നമ്പറിന് 12 എന്ന് പറയുമ്പോൾ 12 ഞാൻ എന്ത് പറയും? So mass number is always a whole number. Mass number is always a whole number. Atomic number may be fractions. 12.011, 15.995, 1.008. കൂടുതൽ അതിന്റെ കുറച്ചും കൂടി വ്യത്യാസം വരുന്നത് നമ്മൾ ഇവിടെ എടുക്കുമ്പോഴാണ് അല്ലേ? What is the atomic mass? Atomic mass of chlorine is 35.5. Fraction വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത്. 35 atomic mass of chlorine is 35.5 U. 35.5 U. ഇവിടെ chlorine 35 എന്ന് പറയുമ്പോൾ this is 35 is the mass number ആയിട്ട് വരും. Mass number. Mass number cannot be fraction. Mass number cannot be fraction. It is always a whole number. So in most cases both are in most almost equal എന്ന് പറയാവുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. സിമ്പിൾ ആയിട്ടുള്ള ആറ്റംസ് അതിന് കോംപ്ലിക്കേറ്റഡ് അങ്ങോട്ട് പോകാത്തത്. അതായത് ഒരുവിധം ആറ്റംസിലും നമുക്ക് മാസ് നമ്പറും അറ്റോമിക് മാസ് അപ്രോക്സിമേറ്റ് എടുക്കാറുണ്ട്. ക്ലോറിന്റെ ഒക്കെ വരുമ്പോഴേക്കാണ് നമ്മൾ വ്യത്യാസം വരുന്നത്. 35.5 ഒക്കെ നമ്മൾ ഓർത്ത് വയ്ക്കാവുന്നതല്ലേ. ചില വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. കുറച്ചും കൂടി ഹെവിയർ ആയിട്ടുള്ള ആറ്റംസ് വരുമ്പോൾ there is a difference. ഒരുവിധം സിമ്പിൾ കേസുകളിലൊക്കെ മാസ് നമ്പറും അറ്റോമിക് മാസും ഏകദേശം ഒരേപോലെ തന്നെയായിട്ടാണ് വരുന്നത്. So is it okay? The definition of atomic mass. Yes. ഏതാണ് ആർക്ക് എന്തോ ഡൗട്ട് പറയുന്നു? എഴുതിയുണ്ടോ? Yes, everybody is clear. What is meant by atomic mass? What is meant by atomic mass? Well clear ആണ്. തെറ്റിക്കരുത് കേട്ടോ. Atomic mass. Mass number is always a fraction. Atomic mass അങ്ങനെ ആവണമെന്നില്ല. Yes. What all the elements? നമ്മൾ കെമിസ്ട്രി പഠിക്കാൻ വന്നവരല്ലേ? എല്ലാ എലമെന്റ്സും പഠിച്ചോളൂ. അത് വളരെ നല്ലതാണ്. ഏതൊക്കെ ഇനി കണ്ടുപിടിക്കാനുള്ളത് ആ എലമെന്റ്സിനെയും കൂടി പഠിച്ചു നോക്കൂ. പീരിയോഡിക് ടേബിൾ നമ്മൾ സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും നമ്മുടെ പീരിയോഡിക് ടേബിൾ ബൈ ഹാർട്ട് ആവും. പിന്നെ എന്തിനാണ് പേടിക്കാനുള്ളത്? എസ് ബ്ലോക്ക് എലമെന്റ്സ്, പി ബ്ലോക്ക് എലമെന്റ്സ്, ഡി ബ്ലോക്ക് എലമെന്റ്സ്, എഫ് ബ്ലോക്ക് എലമെന്റ്സ് നമുക്ക് ബൈ ഹാർട്ട് ആയിട്ട് കിടക്കും. അപ്പൊ ഒരുവിധ എലമെന്റ്സിന്റെ അറ്റോമിക് നമ്പർ, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ പീരിയോഡിസിറ്റി, അതിന്റെ ജനറൽ കോൺഫിഗറേഷൻ. വൈ ഷുഡ് ബി വെറി? വി വിൽ സ്റ്റഡി. നമുക്ക് ഒത്തൊരുമിച്ചിരുന്ന് പഠിക്കുക. മാസ് നമ്പർ ഓഫ് ക്ലോറിൻ എന്ന് പറയുമ്പോൾ ക്ലോറിൻ ഐസോടോപ്സ് ഉണ്ട്. ക്ലോറിൻ 35 ഉണ്ട്, ക്ലോറിൻ 37 ഉണ്ട്. ക്ലോറിൻ 37.
ഈ ക്ലോറിൻ 35 ഐസോടോപ്പ് എന്ന് പറയുമ്പോൾ മാസ് നമ്പർ ക്ലോറിൻ 35 എന്ന് പറയുമ്പോൾ മാസ് നമ്പർ ഈസ് 35. ക്ലോറിൻ 37 എന്ന് പറയുമ്പോൾ മാസ് നമ്പർ ഈസ് 37. മാസ് നമ്പർ ഈസ് 37. ഓൾ 118 എലമെന്റ്സ് 118 എലമെന്റ്സ് ഇനി അതിലും കൂടുതൽ കണ്ടുപിടിക്കാൻ പറ്റുന്ന അതും കൂടി കണ്ടുപിടിച്ചിട്ട് പഠിക്കാന്നേ. എന്തിനാണ് 118 വെക്കുന്നത്? കണ്ടുപിടിക്കാം. നമ്മൾ ഡി ആൻഡ് എഫ് എല്ലാം പഠിക്കുന്നുണ്ട്. സെക്കൻഡ് ഇയർ ആകുമ്പോഴേക്കും ഡി ആൻഡ് എഫ് എലമെന്റ്സും പഠിക്കുന്നുണ്ട്. അപ്പൊ എല്ലാ എലമെന്റ്സിനെയും കുറിച്ച് കടന്ന് പറഞ്ഞു പോകും. അതുകൊണ്ട് പേടിക്കണ്ട, നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഞങ്ങൾ അതിൽ 118 എലമെന്റ്സ് ഉണ്ടല്ലോ. ആ 118 എലമെന്റ്സ് പഠിക്കാൻ വേണ്ടിയിട്ട് പീരീഡും ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. 7 പീരീഡ് ഒരു 18 ഗ്രൂപ്പും, അത്രയേ ഉള്ളൂ. 7 പീരീഡും 18 ഗ്രൂപ്പും. അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെറിയ 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 ഭാഗങ്ങളായിട്ട് സുഖമായിട്ടിരുന്ന് പഠിക്കാം. അലുവ കഷ്ണം മുറിച്ച് തിന്നുന്ന പോലെ ആ ടേസ്റ്റോട് കൂടി കഴിക്കും. നല്ല മധുരമായിരിക്കും. ബിക്കോസ് കെമിസ്ട്രി, അതുകൊണ്ടാണ് രസതന്ത്രം എന്ന് പറയുന്നത്. ആ രസം ആസ്വദിച്ചു കഴിഞ്ഞാൽ ആ മധുരം ആസ്വദിച്ച പിന്നെ വിട്ടുപോകാൻ തോന്നില്ല. ഓക്കെ, നമുക്ക് മറ്റേ ഇതുപോലെ നമ്മുടെ ഒരു പ്രധാന പ്രശ്നമുള്ളത് പറഞ്ഞാൽ ഫിസിക്സ് ക്ലാസ് എടുക്കുമ്പോൾ എ സ്റ്റോൺ ഈസ് ത്രോൺ എന്നൊക്കെ പറയുമ്പോൾ കല്ലെടുത്ത് എറിയും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ട്രെയിൻ ഈസ് കമ്മിങ് ഫ്രം തൃശ്ശൂർ ടു കോഴിക്കോട് ആൻഡ് മറ്റൊരു ട്രെയിൻ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ട്രെയിൻ കൂടെ ഇത്ര വെലോസിറ്റി ക്രോസ് ചെയ്യുന്നു, ഇതേ സമയം എപ്പോൾ വെലോസിറ്റി, അപ്പൊ നമ്മുടെ മനസ്സിൽ സങ്കല്പിക്കാൻ കഴിയും. ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മോളിക്യൂൾസിനെയും കാണുന്നില്ല, ആറ്റത്തിനെയും കാണുന്നില്ല, ഇലക്ട്രോണിനെയും അല്ല, വാന്തോ കുന്തോ ഒന്നുമില്ലാത്ത സാധനങ്ങളെ അതിനെ പിടിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അല്ലെ. തമ്മിൽ കണ്ണ് കാണാത്ത, കൺമുന്നിൽ കാണാൻ കഴിയാത്ത, നമ്മുടെ മനസ്സുകൊണ്ട് മാത്രം സങ്കല്പിക്കുന്ന കാര്യങ്ങൾ. എത്ര വലുതായിട്ട് വേണം, എത്ര ഈ റിസർച്ച് വർക്കിൽ വന്നിട്ട് വേണം ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് അങ്ങ് അകലെ ദൂരെ നിന്ന് കാണാൻ തന്നെ പഠിക്കാം. എങ്കിലും അതാണ് രസകരം. അങ്ങനെ കാണാത്തതും അറിയാത്തതും കേട്ടുകേൾവിയുള്ളതിനെ കുറിച്ച് പഠിച്ചിട്ട് അതിന്റെ അടുത്തേക്ക് ചെല്ലുമ്പോഴുള്ള ആ മാധുര്യം വേറൊരു സബ്ജക്റ്റിനും കിട്ടില്ല. ബയോളജിക്കോ ഫിസിക്സിനോ മാത്സിനോ കിട്ടാത്ത ഒരു മാധുര്യം ഈ കെമിസ്ട്രിക്ക് ഉണ്ട്. Okay, atoms and molecules. Our mass number and atomic number. Chemistry is the most interesting. Yes, very good. Chemistry ഇല്ലാതെ ഈ ലോകത്ത് കെമിസ്ട്രി എല്ലാം മാറ്റി നിർത്താൻ ഒന്നുമില്ല. The board we use, the chalk, the ink that we use, the shirt we wear, the medicines we take. COVID-19 ഈ കാലഘട്ടത്തില് മെഡിസിന് പിന്നാലെ പോകുന്നത് ഉള്ള സയന്റിസ്റ്റുകൾ മുഴുവൻ ദാറ്റ് ഈസ് കെമിസ്ട്രി. എങ്ങനെ ഇതിനെ പ്രതിപാദിക്കും, എങ്ങനെ ഇതിനെ നിർത്താം, തടഞ്ഞു നിർത്താം. ഓൾ ആർ വർക്കിംഗ് ഇറ്റ് ഔട്ട്. ദാറ്റ് ഈസ് കെമിസ്ട്രി മേക്സ് ഇറ്റ് ഡീപ്. ജീവിതത്തിന്റെ ആധാരം തന്നെയാണ് കെമിസ്ട്രി. ആ സെക്കൻഡ് ഇയർ വരുമ്പോഴേക്കും അവസാനത്തെ ചാപ്റ്റർ കെമിസ്ട്രി ഇൻ എവരിഡേ ലൈഫ്. ജീവിതത്തിൽ അനുഭവപ്പെടുന്ന നമ്മുടെ കെമിസ്ട്രി. ഞങ്ങളെല്ലാവരും പലരും ഡോക്ടേഴ്സ് ആവാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന മക്കളാണെന്നറിയാം. ആ കെമിസ്ട്രിയുടെ രസതന്ത്രം അത് ശരിക്കും മനസ്സിലാക്കണം. മനുഷ്യന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്ന ആ മോളിക്യൂൾസിനെ പറ്റി, അതിന്റെ അമിനോ ആസിഡ്സ്, അതിന്റെ പ്രോട്ടീൻസിന്റെ ഘടനയെ പറ്റി, അതിൽ ചെറിയ ചെറിയ ഒരു ആറ്റത്തിൽ ഒരു പൊസിഷൻ മാറുമ്പോൾ ആ മോളിക്യൂൾസ് എന്ത് സംഭവിക്കുന്നു, എങ്ങനെയാണ് അത് അത്രമാത്രം നമുക്ക് വല്ലാതെയാവുന്നത്, അല്ലെ എത്രമാത്രം ഒരു മെഡിസിനിലും എത്രമാത്രം ഉപകാരപ്രദമായി പോകുന്നു. ട്രാൻസ് പൊസിഷൻ സിസ് പൊസിഷനിലേക്ക് ഒരു ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യുമ്പോൾ ഹൗ ഇറ്റ് ബിക്കംസ്, എത്രമാത്രം മാറ്റങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. Okay, so that is regarding the atomic mass and mass number. Atomic mass, well clear. Atomic mass, അപ്പൊ atomic mass വേറെ, mass number വേറെ. നമ്മൾ പറയുന്ന atomic mass is always a relative quantity. നമ്മൾ പറയുന്ന atomic mass എപ്പോഴും റിലേറ്റീവ് ആണ്. ആരായിട്ട് റിലേറ്റ് ചെയ്യുന്നു? ഓരോ 1/12 the mass carbon 12 atom ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയുന്നതാണ്. 1/12 the mass carbon 12 atom ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന മാസുകളാണ് നമ്മൾ ഈ പറയുന്നത് മുഴുവൻ. Because it is very easy to remember. It is easier for application. അല്ലാതെ ഇതിന്റെ എല്ലാം ഗ്രാമിനെ കണ്ടുപിടിച്ച് നോക്കി ഓർത്തു വെക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടല്ലേ. സോ ഞാൻ ക്ലിയർ ആണെങ്കിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ. Calculate the mass of a silver atom in gram. Calculate the mass of a
silver atom. Calculate the mass of a silver atom in gram. ഗ്രാമില് ഒരു ആറ്റം സിൽവറിന് എത്രയാണ് മാസ്? എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? Calculate the mass of an atom of silver in gram. അതെന്തറിയണം? We have to know an idea about what is atomic mass of silver. What is atomic mass of silver? എത്രയാണ്? Yes, average mass of an atom. What is atomic mass of silver? Silver. Yes, good. 108. Atomic mass of silver. Atomic mass of silver is 108 U. ശരിക്കും പറഞ്ഞാൽ 107.9 ആണ് വരിക. 107.86 അങ്ങോട്ടാണ് വരുന്നത്. It is approximately 108 U. Therefore, atomic mass of silver എന്ന് പറയുന്നത് എന്ത് വരും? 108 into atomic mass 108, that is equal to 108 U, unified mass. ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു അല്ലേ? 1.66 into 10 raised to minus 24 gram. This is the atomic mass of silver in U. Calculator. Atomic mass of silver in U. ഇത് വേറെ രീതിയിൽ നമുക്ക് ചെയ്യാം. We know that. ഇങ്ങനെയാണ് ചെയ്യാം. അതാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. എടുത്തരാം. 108 gram of silver contains 6.022 into 10 raised to 23 atoms. 108 gram of silver. 108 gram of silver. 108 gram of silver 6.022 into 10 raised to 23 atoms. അങ്ങനെയാണെങ്കിൽ what is one atom of silver? One atom of silver. എന്ത് വരും? 108 divided by 6.022 into 10 raised to 23. 108 into 1.66 എത്ര വരും? 108 into 1.66. 108 172 into 10 raised to minus 24 gram. 179.2 into 10 raised to minus 24 gram. ഇത് ചെയ്യുമ്പോഴോ 108 divided by 6.022. 108 divided by 6. 108 divided by 17.92 into 10 raised to minus 23 gram. കിട്ടിയോ? കിട്ടിയില്ലേ? ഒരു തരത്തിൽ ഇങ്ങനെ ചെയ്യാം. 17.92 into 10 raised to minus 23 gram. അത് ഇങ്ങനെ ചെയ്ത് 179.2 into 10 raised to minus 24 gram. എങ്ങനെ ചെയ്താലും രണ്ട് രീതിയിൽ ചെയ്താലും we can easily calculate the atomic mass of silver. അറിയാമെന്നുണ്ടെങ്കിൽ we can calculate the average mass of an atom of silver. Calculate the mass of an atom of silver. As average mass of an atom of silver calculate ചെയ്യണമെങ്കിൽ it is better. ഏറ്റവും എളുപ്പം എന്താണ്? Just ഈ വാല്യൂ just multiply ചെയ്താൽ മതിയില്ലേ? 1.66 into 10 raised to minus 24 gram. Or you can calculate 108 divided by Avogadro number. Is it clear? Yes. So, what is meant by atomic mass? What is meant by unified mass? What is meant by AMU? How we can calculate the mass of an atom? How we can calculate the mass of an atom? Clear ആണെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ പോയ average atomic mass. How we can calculate the average atomic mass?
ഇങ്ങനെയാണ് ആവറേജ് അറ്റോമിക് മാസ് കാൽക്കുലേറ്റ് ചെയ്യുക. If we know the percentage of abundance, calculate the average mass, atomic mass, calculate the average atomic mass of carbon atom. Given that carbon 12, the percentage of abundance, carbon 12, percentage of abundance. ഏറ്റവും കൂടുതലുള്ളത് carbon 12 ആണ് ട്ടോ. Carbon 12, the percentage of abundance is 98.892. അത് കഴിഞ്ഞാൽ carbon 13, 1.108. And carbon 14 വളരെ negligible ആണ്. It is around 10 raised to minus 10 വരൂ. 2 into 10 raised to minus 10. Given that the percentage of abundance of carbon 12, carbon 13 and carbon 14. Those are three isotopes of carbon. Carbon 12, carbon 13, carbon 14. Three isotopes of carbon. The percentage of abundance amount. How we can calculate the average atomic mass? Average atomic mass എങ്ങനെ calculate ചെയ്യും? How we can calculate the average atomic mass? How we can calculate the average atomic mass of carbon? And they are just carbon 12 into 12 into the percentage 98.892 divided by 100 plus അതിന്റെ കൂടെ എന്ത് ചെയ്യുന്നു? അതിന്റെ കൂടെ ബാക്കി പെർസെന്റേജ് നമ്മൾ നോക്കുക. എന്ത് വരും? 12 പിന്നെ 13 into 1.108 divided by 100 plus 14 into 2 into 10 raised to minus 10 divided by 100. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നു? ആവറേജ് അറ്റോമിക് മാസ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ചില വളരെ അപൂർവം കേസിൽ എൻട്രൻസ് എക്സാമിന് ഒരുപക്ഷെ പെർസെൻറ്റേജ് തരും, ഒരു ഐസോടോപ്സിന്റെ പെർസെൻറ്റേജ് വരും. വാട്ട് വിൽ ബി ദ ആവറേജ് അറ്റോമിക് മാസ് എന്നുള്ളത്, വാട്ട് വിൽ ബി ദ ആവറേജ് അറ്റോമിക് മാസ് എന്നുള്ളത് ചോദിക്കും. ആവറേജ് അറ്റോമിക് മാസ് എന്ന് ചോദിക്കും. Our percentage of abundance. What do you actually mean by? ഞാൻ പറഞ്ഞല്ലോ, ആവറേജ് അറ്റോമിക് മാസ് എന്ന് പറയുമ്പോൾ we have to take the average. എന്തുകൊണ്ടാണ് ആവറേജ് എടുക്കാൻ കാരണം? ഐസോടോപ്സ് ഉണ്ട്. ഡിഫറെന്റ് ഐസോടോപ്സും പല ഡിഫറെന്റ് പെർസെന്റേജിലായിരിക്കും എക്സിസ്റ്റ് ചെയ്യുക. ഐസോടോപ്സ്. അയ്യോ, ദയവ് ചെയ്ത് ഈ വാല്യൂസും പഠിച്ചു വെക്കല്ലേ. വേറെ കുറെ പഠിക്കാണ്ടെന്നേ, ഇഷ്ടം പോലെ വേറെ പഠിക്കാൻ, അല്ലാതെ ഈ വാല്യൂസ് അല്ല പഠിക്കേണ്ടത്. വാല്യൂസ് പഠിക്കേണ്ട കാര്യം ഞാൻ പ്രത്യേകം പറയാൻ പറ്റും. ജസ്റ്റ് ഒരു പ്രോബ്ലത്തിന് ജസ്റ്റ് ഔട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എഴുതിയിട്ടതാണ്. ഈ വാല്യൂസ് ഒക്കെ കാണാൻ പഠിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയത് കെമിസ്ട്രി പഠിക്കാൻ തന്നെ വേറെ സമയം ഉണ്ടാവില്ല. കെമിസ്ട്രി എന്നുള്ളതൊന്നല്ല, ഇത് ജസ്റ്റ് ഹൗ ടു പരീക്ഷയ്ക്ക് വരുന്നത് ഇങ്ങനെയാണ്. പരീക്ഷയ്ക്ക് വരുമ്പോൾ ഈ വാല്യൂസ് എല്ലാം തരുന്ന വാല്യൂസ് എങ്ങനെയാണ് തരിക? വാല്യൂസ് എല്ലാം തരും. The percentage of abundance of carbon 12, carbon 13, carbon 14 are as follows. What is the average atomic mass എന്ന് ചോദിക്കും. Average atomic mass. Just 12 atomic mass ഉള്ളത് ഇത്ര പെർസെന്റേജ്, ഇതിന്റെ atomic mass ഉള്ളത് ഇത്ര പെർസെന്റ്. Just add this to. അത്ര മാത്രമേ വേണ്ടൂ. ഇത് നമുക്ക് നെഗ്ലിഫൈ ചെയ്യാല്ലേ. 12 10 raised to minus 10 വേണമെങ്കിൽ നെഗ്ലിഫൈ ചെയ്യാം. ബിക്കോസ് ഇറ്റ് ഈസ് 10 raised to minus 10 കിടക്കുന്നത്. അപ്പൊ അതിന് വളരെ വളരെ നെഗ്ലിജിബിൾ ആണ്. അപ്പൊ ആകെ കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് എന്ത് ചെയ്താൽ മതി? 12 into 0.98892 plus 13 into 0.01108.
അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴാണ് എന്ത് വരിക? ആവറേജ് അറ്റോമിക് മാസ് വിൽ ബി 12.011 U. 12.011 U. How to calculate? How to calculate the average atomic mass? Percentage evidence total 100% അല്ലേ വേണ്ടത്? ആ 100%-ത്തില് 98.89% കാർബൺ 12 ആണ്. അതോടെ മേജർ ആയിട്ട് എടുക്കുന്ന എപ്പോഴും കാർബൺ 12 ആണ്. വളരെ മൈന്യൂട്ട് ആയിട്ട് കാർബൺ 13 കിടക്കുന്നുണ്ട്. കാർബൺ 14 റേഡിയോ ആക്റ്റീവ് 10⁻⁻10 കിടക്കുന്നതാണ്. വളരെ നെഗ്ലിജിബിൾ എമൗണ്ട്. അപ്പൊ ടോട്ടൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വാല്യൂ ഇറ്റ് വിൽ ബി 100 വരും. That is a percentage. Percentage is out of 100. എല്ലാം നമ്മൾ പെർസെന്റേജ് how much mass പെർസെന്റേജ് എത്ര കിട്ടി? കെമിസ്ട്രിയില് 70-ലാണ് സാധാരണ പരീക്ഷയിൽ മാർക്ക് വരിക. ചിലപ്പോൾ 60-ല്. 70-ൽ എത്ര മാർക്ക് കിട്ടി? CBSE 70-ല് if you have scored 63 marks out of 70, അല്ലേ? What is the percentage of marks എന്ന് പറയുമ്പോൾ എന്ത് വരും? 63 by 70 into 100. എത്ര വരും? That will be 90%. That is percentile. The percentage. Carbon 12. Clear ആണോ? വേറൊരു പ്രോബ്ലം കൂടി വേണോ? Average atomic mass. Clear. ഇനിയിപ്പോ say for example നിയോണിന്റെ കേസ് എടുക്കാം. Neon has got ഒരുവിധ എലമെന്റ്സിനും നാച്ചുറൽ ഐസോടോപ്സ് ഇഷ്ടം പോലെ ഉള്ളതാണ് കേട്ടോ. ഒരുവിധ എലമെന്റ്സിനും. No sir, I am asking about the definition of atomic mass. In what? Definition of atomic mass ലാണ് പറയുന്നത് it is the average mass of an atom of an element. Average mass of an atom of an element എന്ന് പറയാൻ കാരണം which has got isotopes. Isotopes ഉള്ളതുകൊണ്ടാണ് average mass എടുക്കാൻ കാരണം. Definition. Average mass of an atom of an element. Neon has got 3 isotopes. Yes. Neon has got 3 naturally isotopes. Neon 20, 21 and 22. Neon has got 3 naturally occurring isotopes. Neon 20, 90.51. Neon 21, 0.28. 22, 9.21. 9.21%. 9.21, 0.28 and 90.51. What is the average atomic mass of neon? എന്ത് ചെയ്യും? Our neon 20, 21 and 22. These are the 3 isotopes of neon. And the percentage of evidence under we have to calculate the average atomic mass. Average atomic mass കണ്ടുപിടിക്കണമെങ്കിൽ 20 into 90.51 divided by 100 plus 21 into 0.28 divided by 100 plus 22 into 9.21 divided by 100 is how to calculate the average atomic mass. How to calculate the average atomic mass? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാൻ പറ്റുമോ? അപ്രോക്സിമേറ്റ് എത്ര വരും എന്നുള്ളത് അപ്രോക്സിമേറ്റ് എത്ര വരും? Whether the value becomes 20 എന്തായാലും താഴെ വരാൻ വഴിയില്ല. 20-ക്കും 21-ലും വരും. 21 whether it is between 20 and 20.5, 20.5 and 21, 21 and 21.5 ഏത് വരും? Yes, good. Answer is there. Answer is Sri Lashmi. Very good. Sri Chand.
Good. Answer will be 20.187. If you calculate it, 20.187. Average atomic mass of neon. What is the unit? The unit എന്തായിരിക്കും? Average atomic mass of neon. Yes, good. The unit is U, or unified mass, or AMU. Average atomic mass of neon is 20.187. Clear ആണോ? What is meant by average atomic mass? വളരെ അപൂർവം കേസിൽ ആവറേജ് അറ്റോമിക് മാസ് എന്നിട്ട് ചിലപ്പോ വാട്ട് ഇസ് എ പെർസെന്റേജ് ചോദിച്ചാലോ, നേരെ തിരിച്ചു ചോദിച്ചാലോ, just write down a problem. The average atomic mass of copper is 63.5. The average atomic mass of copper is 63.5. It has two isotopes. It has two isotopes. രണ്ട് isotopes ഉണ്ട്. Isotopes എന്ന് പറയുമ്പോൾ having the same atomic number. Atomic number of copper എത്രയാണെന്ന് ഓർമ്മയുണ്ടോ? What is atomic number of copper? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? Anybody? Atomic number of copper. Yes, good. Yes. എല്ലാവരും പഠിക്കുന്നവരാണ്. Answer is 29. Atomic number of copper is 29. Atomic number is 29. 29. And it is 63 and 65. These are the isotopes of copper. Two isotopes. The average atomic mass of copper is 63.5. It has two isotopes. It has two isotopes, that is copper 63 and copper 65. Copper 63 and copper 65. The percentage of each isotope respectively are. What is the percentage of each isotope? ചോദ്യമാണോ? What is the percentage of each isotope? എങ്ങനെ കണ്ടുപിടിക്കും? Yes, very good. Idea ഉണ്ട്. Very good. ചിലർ കിട്ടി കഴിഞ്ഞു, ആൻസർ കിട്ടി കഴിഞ്ഞു. Yes. Let ഇതിന്റെ ഏതെങ്കിലും 63. Let this be x. ഇത് x ആയിട്ട് എടുക്കാം. Let the percentage of this isotope copper 63 be x. അപ്പൊ copper 65 എന്ത് വരും? Copper 65 will be 100 minus x. 100 minus x. അപ്പൊ എന്ത് വരും? 63 into x by 100 plus 65 into 100 minus x by 100. അതിന്റെ പെർസെന്റേജ് ആണ് തന്നിട്ടുള്ളത്. അതിന്റെ പെർസെന്റേജ് എത്രയാണ്? This average atomic mass of the is 63.5. 63.5. Just it is a matter of calculation. That is 63x plus minus 65x വരും അല്ലേ? Minus 65x plus 6500 is equal to 63.5. 6350. 63x minus up വരുമ്പോ what is x? Minus 2x വരും. അത് അപ്പുറത്തേക്ക് മൈനസ് വരും. Therefore what is 2x? 2x is equal to 150. Therefore x is equal to 75.
X is equal to 75. എന്താണ് X എന്ന് പറഞ്ഞാൽ? X is equal to 75. Therefore, copper 63 is equal to 75%. Copper 63 is equal to 75%, and copper 65 is equal to 25%. 65 is equal to X ഇല്ലടാ 2x ഇല്ലേ -2x വരില്ലേ ഇവിടെ 63x this will be -2x വരില്ലേ ചെയ്യേണ്ട കാര്യമില്ലല്ലോ -2x ഇവിടെ വരും അപ്പൊ അത് അങ്ങോട്ട് വരുമ്പോൾ എന്ത് വരും -150 വരില്ലേ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ 63x -65x -2x ഇവൻ അങ്ങോട്ട് കൊണ്ടുപോയി അപ്പൊ -150 വന്നു. That is 2x is equal to 150. Therefore, x is equal to 75. Therefore, x is equal to 75. കിട്ടിയില്ലേ പിന്നെന്താ ക്ലിയർ അല്ലേ Is it clear? Yes. അപ്പോൾ വളരെ ക്ലിയർ ആയിട്ട് പോകണോ കാര്യങ്ങൾ എന്നുവെച്ചാൽ അറ്റോമിക് മാസ് ക്ലിയർ ചെയ്തിട്ട് വേണം എനിക്ക് മോൾ കോൺസെപ്റ്റിലേക്ക് പോകാൻ. മോൾ കോൺസെപ്റ്റിലേക്ക് വേണ്ട, നമുക്ക് മോളിക്കുലാർ മാസിലേക്ക് പോകാം. മോളിക്കുലാർ മാസ്. അപ്പൊ അറ്റോമിക് മാസ് വളരെ ക്ലിയർ ആവും. അറ്റോമിക് മാസ്, വാട്ട് ഈസ് മെന്റ് ബൈ അറ്റോമിക് മാസ്? ഓൾ ക്ലിയർ? യെസ്, ലക്ഷ്മി പറയുന്നുണ്ട് എല്ലാവർക്കും വേണ്ടി ഇറ്റ് ഈസ് ഓൾ ക്ലിയർ, വെൽ ക്ലിയർ. So atomic mass and average atomic mass. What is meant by molecular mass? What is meant by molecular mass? Molecular mass, it is a mass of molecule. ഒരു മോളിക്യൂളിന്റെ മാസ് ആണ്. Or we can say molecular mass is the sum of the atomic masses of all the elements present in a molecule. Yes, good. Sum. Shivani, അല്ലേ? It is the sum of the atomic masses. Molecular mass is the sum of the atomic masses of all the elements present in a molecule. ഒരു മോളിക്യൂളിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും സം, total atomic masses of atoms present in a molecule. Yes, Shraddha. Sum of the atomic masses, തന്നെയാണ് പറയുന്നത്, we call it as a molecular mass. How to calculate the molecular mass of water? വാട്ടറിന്റെ മോളിക്യൂൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 2 into ശരിക്കും പറഞ്ഞാൽ 2 into 1.008 പ്ലസ് 16 അല്ലെങ്കിൽ 15.995 ഇങ്ങനെയാണ് ചെയ്യുക അല്ലേ? ഇത് കാൽക്കുലേഷൻ പർപ്പസിലാണ് നമ്മൾ എന്ത് പറയുന്നത്? It is approximately equal to 2 into 1, 2 plus that is equal to 16. Therefore, it is equal to 18. The molecular mass of water, the molecular mass of water is എന്ത് പറയും? 18. What is the unit? Unit എന്ത് വരും? Molecular mass of water is 18. Yes, it is 18 AMU or 18U. Molecular mass of water. Again, what is the molecular mass of methane? Methane 12.011 plus 1.008 into 4. Again, molecular mass fraction വരുന്നത് കണ്ടോ?
അതാണ് approximately എത്ര വരും 12 4 16. It is equal to 16 AMU or 16U. 16U. What is the molecular mass of carbon dioxide? Yes, molecular mass of carbon dioxide is 12 plus 2 into 16. 12 plus 32. Answer is 44U. The molecular mass of carbon dioxide is 44U. What is the molecular mass of sucrose? Sucrose, we call it as cane sugar. Cane sugar is known as sucrose, the molecular mass of sucrose. So definition of molecular mass. Anna Rose, it's a definition of molecular mass. Molecular mass defined as the sum of the atomic masses. Molecular mass is defined as the sum of the atomic masses of all the elements. The sum of the atomic masses of all the elements present in a molecule. The sum of the atomic masses of all the elements. The sum of the atomic masses of all the elements present in a molecule is known as the sum of the atoms present in a molecule. The sum of atomic masses, the sum of that. Yes, good. Anarose. Sum of the atomic mass of all the elements present in a molecule is known as sum of the atomic mass in the sum. Cane sugar, sucrose. എല്ലാവർക്കും എത്ര കിട്ടി? 180 U അല്ലേ? ആർക്കെങ്കിലും വ്യത്യാസം കിട്ടിയിട്ടോ? എല്ലാവർക്കും 180 U കിട്ടിയില്ലേ? ആർക്കെങ്കിലും വേറെ ഏതെങ്കിലും ആൻസർ കിട്ടിയോ? 180 U അല്ലാതെ ആർക്ക് any other answer? ആർക്കും കിട്ടിയില്ല. എനിക്ക് എല്ലാവർക്കും 180 U കിട്ടിയിട്ടുണ്ട് അല്ലേ? 180 U കിട്ടിയിട്ടുണ്ടെങ്കിൽ പറയാം ആൻസർ ഈസ് റോങ്. തെറ്റിപ്പോയി. പഞ്ചസാര അല്ലേ? പഞ്ചസാര നല്ല രസകരമായ കാലത്ത് 180 അത്രയും വേണ്ട. 180.1 ഡെഫിനിഷൻ ഞാൻ വിട്ടു കളഞ്ഞു. മറ്റേ ഫ്രാക്ഷൻ ഞാൻ വിട്ടു കളഞ്ഞു. 180 ഈസ് മോർ ദാൻ enough. രാവിലെ ചായയിലിട്ട് കുടിക്കുന്ന പഞ്ചസാര, വൈകുന്നേരം കിടക്കാൻ നേരത്ത് പാലിലിട്ട് കൊടുക്കുന്ന പഞ്ചസാര 242 വരെ എത്തില്ല. കയറി വരുന്നുണ്ട്. പിന്നെ ആ പഞ്ചസാര sucrose, that is cane sugar. 360. കേറിക്കൊണ്ടിരിക്കുന്ന ഞാൻ പറഞ്ഞില്ലേ, കേറിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം നമ്മുടെ 342 ഗുഡ്. എത്തുന്നുണ്ട്. Sucrose is nothing but the formula of sucrose. Cane sugar is C12H22O11. Sucrose is C12H22O11 ആണ്. C12H22O11. C12H22O11 എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ് നമുക്ക് ചെയ്യാം. 12 into atomic mass of carbon 12 plus 22 into atomic mass of hydrogen 1 plus 11 into atomic mass of oxygen is 16. 12 into 12 plus 22 plus 11 into 16. The value will be 342U. 342U. 342U is a molecular mass. Of sucrose. അപ്പൊ ഈ 180 എന്ന് പറയുമ്പോ ഏതിന്റെ മോളിക്കുലാർ മാസ് ആണ്? 180. ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങളുടെ മനസ്സിലുള്ള ആ 180, that is glucose. 180 is a molecular mass of glucose.
ഗ്ലൂക്കോസ് ഫോർമുല എന്താണ്? C6H12O6. That is 12 into 6 plus 12 plus 16 into 6. That will be 180 U. That is 180 U. തെറ്റിക്കരുത്. സുക്രോസ് എവിടെ കിടക്കുന്നു? ഗ്ലൂക്കോസ് എവിടെ കിടക്കുന്നു? ഇനി വാട്ട് ഈസ് ദ molecular mass of fructose എന്ന് ചോദിക്കുകയാണെങ്കിൽ ആൻസർ എന്തോന്നാണ്? What will be the molecular mass of fructose? Same, good. Fructose, the molecular mass, because glucose and fructose have the same molecular formula, C6H12O6. C6H12O6, both are in the same molecular formula, therefore it is 180 U. Clear? The molecular formula. How to calculate the molecular formula? The unit of molecular formula. Clear? Molecular formula. Our atomic mass, molecular mass, average atomic mass. Well clear. ഇത് പറയുന്നതോടൊപ്പം തന്നെ മറ്റൊന്നു കൂടിയുണ്ട്. We see formula mass. What is formula mass? എവിടെയാണ് ഈ ഫോർമുല മാസ് വരുന്നത്? ഫോർമുല മാസ് വരുന്നത് ഇവിടെയാണ്. ഈ ഫോർമുല മാസ് വരുന്നത് ഇൻ ദ കേസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്. ഒരു അയോണിക് കോമ്പൗണ്ടിലെ കേസിൽ പറയുമ്പോൾ മോർ ആക്യുറേറ്റ് ആയിട്ട് നമ്മൾ മോളിക്കുലർ മാസ് എന്നുള്ളതല്ല പറയുന്നത്. ഒരു കോവാലന്റ് കോമ്പൗണ്ട് ആയിട്ടുള്ള മീത്തേൻ അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് അങ്ങനെ വരുമ്പോൾ ഒരു കോവാലന്റ് കോമ്പൗണ്ട് നമ്മൾ പറയും വി കോൾ ഇറ്റ് ആസ് എ മോളിക്കുലർ മാസ്. ഒരു അയോണിക് കോമ്പൗണ്ട് കേസിൽ പറയുമ്പോൾ വി യൂസ് ദ മോർ ആക്യുറേറ്റ് വേർഡ് that is formula mass. ഒരു sodium chloride, if you take an ionic compound such as sodium chloride, എന്തുകൊണ്ടാണ് sodium chloride is ionic എന്ന് പറയാൻ കാരണം? Because sodium chloride exists as, എങ്ങനെ exist ചെയ്യുന്നു? It exists as Na plus and Cl minus. Our sodium chloride exists as Na plus and Cl minus. 11 and 17 എന്താണ് പഠിച്ചത്? അറ്റോമിക് നമ്പറിന്റെ ഇല്ല. സോഡിയം ക്ലോറൈഡ് exists as Na plus and Cl minus. It exists as ionic solid ആണ്. അപ്പോൾ ഈ Na plus and Cl minus തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഏത് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്? ഏത് ടൈപ്പ് ഓഫ് ബോണ്ട് ആണ് അതിലുള്ളത്? Sodium chloride. What type of bond exists? Yes, ionic bond, electrovalent bond. The electrostatic force of attraction. The electrostatic force of attraction between oppositely charged ions. ഈ രണ്ട് oppositely charged ions തമ്മിലുള്ള electrostatic force of attraction ആണ് electrovalent bond or ionic bond. അപ്പോൾ exists Na plus and Cl minus. ഒരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ എടുത്തു കഴിഞ്ഞാൽ സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ ഒട്ടനവധി സോഡിയം അയോൺസും അത്ര തന്നെ Cl മൈനസ് അയോൺസ് ഉണ്ടോ? എത്ര Na പ്ലസ് അയോൺസ് ഉണ്ടോ അത്ര തന്നെ Cl മൈനസ് അയോൺസ് ഉണ്ടോ? പറയാൻ കഴിയാമോ? ഒരു സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. സോളിഡ് എന്ന് പറയുന്ന ഒരു 3 ഡയമെൻഷനിലാണ്. 2 ഡയമെൻഷണൽ. ഇറ്റ് ഈസ് 3 ഡയമെൻഷണൽ സോൾട്ട്. യെസ്, സോഡിയം ക്ലോറൈഡ് നമ്മൾ കഴിക്കുന്ന ഉപ്പ് അതന്നെ സോഡിയം ക്ലോറൈഡ്. അങ്ങനെയുള്ള ഒരു സോഡിയം ക്ലോറൈഡില് ഒരു Na പ്ലസ് അയോണിന് ചുറ്റും ഒരു സോഡിയം അയോണിന് ചുറ്റും എത്ര Cl മൈനസ് അയോൺ ഉണ്ടാവും? പറയാൻ പറ്റും? ഒരു 3 ഡയമെൻഷനിലാണ്. ഒരു സോഡിയം ഒരു അയോണിക് ക്രിസ്റ്റലാണ്, ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആണ്. അങ്ങനെയുള്ള ഒരു സോഡിയം ക്ലോറൈഡ് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ? സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന സോഡിയം ക്ലോറൈഡ് ഉപ്പ്. ആ ഒരു സോഡിയം ക്ലോറൈഡ് എക്സിസ്റ്റ് ചെയ്യുന്ന Na പ്ലസും Cl മൈനസും ആണ്. ഒരു ചോദ്യം ഇതാണ്,
ഒരു Na പ്ലസ് അയോണിന് ചുറ്റും ഒരു Na പ്ലസ് അയോണിന് ചുറ്റും എത്ര Cl മൈനസ് ഉണ്ട്? എല്ലാവരും ആകെ ഒരു Cl മൈനസ് അല്ല. യെസ്, ഗുഡ്. ആരാണ്? അനിറ്റ്. അനിറ്റ് പറഞ്ഞിട്ടുണ്ട്. വിഷ്ണു ശങ്കർ, ഗുഡ്. ഒരു സോഡിയം അയോണിന് ചുറ്റും ഈ സോഡിയം അയോൺ ഈസ് സറൗണ്ടഡ് ബൈ 6 Cl മൈനസ് അയോൺ. ഒരു സോഡിയം അയോണിന് ചുറ്റും 6 Cl മൈനസ് ഉണ്ട്. It is surrounded by 6 Cl minus. 1, 2, 3, 4. പിന്നത്തെ Cl മൈനസ് എവിടെയാണ് കിടക്കുന്നത്? അടുത്ത Cl മൈനസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. ഇത് 3 ഡയമെൻഷൻ ആണ്. 1 Cl മൈനസ് Na പ്ലസിന് നേരെ ഇത് ഇവിടെ കിടക്കുന്നുണ്ട്. നേരെ ഇവിടെ ആയിട്ട് കിടക്കുന്നത് Na പ്ലസ്. മറ്റേ Cl മൈനസ് എവിടെ ആയിരിക്കും? at the back of the board. ബോർഡിന്റെ ബാക്കിൽ ഒരു Cl മൈനസ് ഉണ്ട്. അപ്പൊ ഒരു Na പ്ലസ് ചുറ്റും 1, 2, 3 and 4, 5 is here. 3 ഡയമെൻഷനിലാണ്. 1 is at the back. അപ്പൊ there will be 6 Cl minus ion. 1 Na plus ion is surrounded by 6 Cl minus ion. ഇനി ഓരോ Cl minus ion ചുറ്റും എത്ര Na plus ഉണ്ടാവും? Each sodium ion is surrounded by എത്ര Cl minus? ഒരു സോഡിയം അയോണിന് ചുറ്റും 6 Cl മൈനസ്. ഒരു സോഡിയം അയോണിന് ചുറ്റും 6 Cl മൈനസ് ആണെങ്കിൽ ഒരു Cl മൈനസ് ചുറ്റും എത്ര സോഡിയം അയോൺ ഉണ്ടാവും? യെസ്, അഗൈൻ ഗുഡ് ആൻസർ. Good. Answer is again 6. Each Cl minus ion is again surrounded by 6 Na plus. 1, 2, 3 and 4. കണ്ടോ? These are the Na plus. 1, 2, 3, 4 Na plus. മറ്റു Na plus എവിടെയായിരിക്കും? അടുത്ത Na plus ഇവിടെയായിരിക്കും അല്ലെ? Cl നേരെ മേലെ. ഒന്ന് Cl നേരെ ബാക്കിലായിരിക്കും അടുത്ത Na plus. ഒരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ, ഒരു അയോണിക് സോളിഡ് എന്ന് പറയുന്ന ഒരു സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റലിന് ചുറ്റും each sodium ion is surrounded by 6 Cl minus ion and each Cl minus is surrounded by 6 Na plus. ഇതാണ് ഒരു ക്രിസ്റ്റലൈൻ സോളിഡിന്റെ സോഡിയം ക്ലോറൈഡിന്റെ വളരെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സോളിഡിന്റെ അവസ്ഥ. എന്താണ്? അയ്യോ, obviously ഈ എക്സ്പ്ലെയിൻ അടുത്ത വർഷം അല്ലെങ്കിൽ ഈ വർഷം തന്നെ സോളിഡ് സ്റ്റേറ്റ് പഠിക്കാനുണ്ട്. സോളിഡ് സ്റ്റേറ്റ്, ആ സോളിഡ് സ്റ്റേറ്റ് which is classified amorphous solid, crystalline solid ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആ ക്രിസ്റ്റലൈൻ സോളിഡ് പിന്നെയും ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അയോണിക് സോളിഡ്, കോവാലന്റ് സോളിഡ്, മെറ്റാലിക് സോളിഡ് തുടങ്ങിയ മോളിക്കുലാർ സോളിഡ് ആയി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിലുള്ള അയോണിക് സോളിഡ് സോഡിയം ക്ലോറൈഡ് ക്രിസ്റ്റൽ വളരെ ഭംഗിയായിട്ട് പഠിപ്പിക്കും സോളിഡ് സ്റ്റേറ്റ് എടുക്കുമ്പോൾ. അപ്പൊ നമുക്ക് വളരെ ഭംഗിയായിട്ട് പഠിക്കാം എങ്ങനെയാണ് അതിന്റെ കോർഡിനേഷൻ വരുന്നത്, എവിടെയാണ് ഇതിന്റെ ഹോൾസ് ഉള്ളത്, എവിടെയാണ് Cl മൈനസ് അയോൺ ഓക്യുപ്പൈ ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ, യൂണിറ്റ് സെൽ എന്താണ് എന്നുള്ളത്. യൂണിറ്റ് സെൽ സോഡിയം ക്ലോറൈഡ് അപ്പൊ പഠിക്കാം പോരെ? ഇപ്പോഴേ അതിലേക്ക് കയറണ്ട. സോളിഡ് സ്റ്റേറ്റിന്റെ ഓവർ സോഡിയം ക്ലോറൈഡ് എങ്ങനെയാണ് അത് എക്സിസ്റ്റ് ചെയ്യുന്നത്, എന്താണ് കോർഡിനേഷൻ നമ്പർ, റേഡിയസ് റേഷ്യോനൊക്കെ റിലേറ്റ് ചെയ്യുന്നതാണ്. റേഡിയസ് റേഷ്യോ വെച്ചിട്ടാണ് നമ്മൾ കോർഡിനേഷൻ കണ്ടുപിടിക്കുന്നതൊക്കെ. ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഒക്കെ വളരെ ഭംഗിയായിട്ട് പഠിച്ച സയന്റിസ്റ്റുകൾ അവിടുന്ന് ഡിറൈവ് ചെയ്തത് പഠിക്കാം. വെയിറ്റ്, ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, അപ്പൊ പോരെ? ഇപ്പൊ തൽക്കാലം പഠിക്കുക. Each sodium ion is surrounded by 6 Cl minus and each Cl minus is surrounded by 6 Na plus. 6 Na plus. പറയാം. For definition, formula mass പറയാം. പറഞ്ഞു വരുന്നത് ഈ സോഡിയം ക്ലോറൈനും തമ്മിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ഇവിടെ നമ്മൾ ഒരു മോളിക്കുലർ മാസ് എന്ന് പറയുമ്പോൾ ഒരു മോളിക്യൂളിന്റെ മാസ് ആണ് അല്ലെ? ഒരു അയോണിക് സോളിഡ് എന്ന് പറയുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ സോളിഡ് ആണ്. മീത്തൈൻ എന്ന സ്ട്രക്ചർ ഇങ്ങനെയാണ് കിടക്കുന്നത്. മീത്തൈൻ എന്നുള്ള സ്ട്രക്ചർ അവിടെ വളരെ സുഖമാണ്. അവിടെ ഒരൊറ്റ മോളിക്യൂൾ അങ്ങനെയായിട്ട് നിൽക്കുന്നു. അപ്പൊ ഇതിനെ നമ്മൾ എന്ത് പറയുന്നു? ഇതിന്റെ മാസ് പറയുമ്പോൾ വി കോൾ ഇറ്റ് ആസ് എ മോളിക്കുലാർ മാസ് സിൻസ് ഇറ്റ് ഈസ് കോവാലന്റ്. ഒരു മോളിക്കുലാർ മാസ്, ഒരൊറ്റ മോളിക്യൂൾ ആയിട്ട് നിൽക്കുന്നു. ഈ NaCl ഓരോ അയോൺസിനെയും സറൗണ്ട് ചെയ്ത് ഓപ്പോസിറ്റ്ലി ചാർജ് അയോൺസ് വരും. ഓരോ അയോൺസിനെയും സറൗണ്ട് ചെയ്തിട്ട് അപ്പോൾ അവിടെ മോളിക്കുലാർ മാസ് എന്നതിന് പകരം കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്.
That is the formula mass. Formula. അതായത് ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ കേസില് മോളിക്കുലാർ മാസ് എന്നതിനേക്കാൾ ഉപരി കുറേം കൂടി ആക്യുറേറ്റ് ആയിട്ടുള്ള വാക്ക്, ഒരു കെമിസ്ട്രി സ്റ്റുഡന്റ് എന്നുള്ള നിലയ്ക്ക് മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള വാക്ക്, ദാറ്റ് ഈസ് വീഡിയോ നോട്ട് ക്ലിയർ വരും, കുറച്ചും കൂടി ഇപ്പൊ പറഞ്ഞ് അവസാനിപ്പിക്കാം. മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള വാക്ക് ദാറ്റ് ഈസ് ഫോർമുല മാസ് ആണ്. ഫോർമുല മാസ്. ഫോർമുല മാസ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല. Formula mass. What is the formula of sodium chloride? Formula of sodium chloride is NaCl. Formula mass. Formula mass is the sum of the atomic masses of all the elements represented in a formula unit. ഒരു ഫോർമുല യൂണിറ്റ് വഴി ഒരു മോളിക്യൂളിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, ഒരു ഫോർമുല യൂണിറ്റ് വഴി ഒരു അയോണിക് കോമ്പൗണ്ടിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിന്റെ സം ഓഫ് ദ അറ്റോമിക് മാസസ് എന്താണോ അതിനെയാണ് നമ്മൾ പറയുന്നത് ഫോർമുല മാസ്. അതായത് ഫോർമുല മാസ് ഈസ് പെർട്ടിക്കുലർലി അപ്ലിക്കബിൾ ഇൻ ദ കേസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്. ഒരു അയോണിക് കോമ്പൗണ്ടിലാണ് ഈ ഫോർമുല മാസ് പറയുന്നത്. ശരിക്കും മോളിക്കുലാർ മാസും ഫോർമുല മാസും ഒന്ന് തന്നെയാണ് അല്ലേ? വാട്ട് ഇസ് ദ മോളിക്കുലാർ മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ്? അത് മോളിക്യൂൾ ആയിട്ടല്ല നിൽക്കുന്നത്, ഇത് 3 ഡയമെൻഷനിലാണ്. അപ്പൊ മോർ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു വാക്ക് എന്നുള്ള രീതിയിൽ വി ക്യാൻ യൂസ് ദ വേർഡ് ഫോർമുല മാസ്. കൂടുതൽ ആക്യുറസിയിലേക്ക് നമ്മൾ പോകുന്നു. രണ്ടും ഒന്ന് തന്നെയാണ്. മോളിക്കുലാർ മാസും ഫോർമുല മാസും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്ന് തന്നെയാണ്. മോളിക്യൂൾ എന്ന് പറയുന്നതിനേക്കാൾ ഇസ് എ ഫോർമുല യൂണിറ്റ് എന്ന് പറയുന്നത്. You write down the definition of formula mass. Formula mass is defined as the sum of the atomic masses. The sum of the atomic masses of all the atoms. The sum of the atomic masses of all the atoms when represented by the formula unit of that substance. When represented by the formula unit of that substance. Formula mass is the sum of the atomic masses. Formula mass is the sum of the atomic mass. Write down. Formula mass is the sum of the atomic masses. Formula mass is the sum of the atomic masses. Formula mass is the sum of the atomic masses. Represented by sum of the atomic mass of all the elements. Sum of the atomic mass of all the elements. When represented by a formula unit. When represented by a formula unit. By a formula unit of that substance. Represented by a formula unit of that substance. Is it clear? ശരിക്കും രണ്ടും തന്നെയാണ്. മോളിക്കുലാർ മാസ് പറഞ്ഞുകൊണ്ട് വലിയ തെറ്റൊന്നുമില്ല, വലിയ തെറ്റൊന്നും പറയാനില്ല. That can be one. ക്ലിയർ അല്ല. ഇതിന് സിഗ്നൽ കുറച്ച് പാളിച്ചു വരുന്നുണ്ട് അല്ലേ? നമുക്ക് പെട്ടെന്ന് നിർത്താം. What is the formula mass of sodium chloride? Formula mass is sum of the atomic mass of all the elements. Sum of the atomic mass എന്ന് പറയുമ്പോൾ sodium. Atomic mass of sodium എന്താണ്? Formula mass is the sum of the atomic masses of all the elements when represented by a formula unit. When represented by a formula unit of that substance. When represented by the formula unit of that substance. ഞാൻ പറഞ്ഞില്ലേ ഇതിന്റെ ഇത് നോക്കാം. What is atomic mass of sodium? Atomic mass of sodium is 23 plus chlorine 35.5. Therefore, what is the formula mass? Formula mass എന്ത് വരും? 58.5 U. 58.5 U. അപ്പൊ ഫോർമുല മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് is 58.5 U. മോളിക്കുലാർ മാസ് എന്ന് ചോദിച്ചാലും 58.5 U തന്നെയാണ്. ഇവിടെ മോളിക്കുലാർ മാസ് എന്നതിനേക്കാളും കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്കാണ് എന്ത്? ഫോർമുല മാസ്.
അപ്പൊ ഒരു അയോണിക് കോമ്പൗണ്ടിന്റെ കേസിൽ ഒരു മോളിക്കുലർ മാസ് എന്നതിനേക്കാളും കൂടുതൽ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള വാക്ക് ദിസ് ഫോർമുല മാസ് എന്ന് മാത്രമേ ഉള്ളൂ. മോളിക്കുലർ മാസ് തന്നെയാണത്. മോളിക്കുലർ മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഈസ് 58.5 നമ്മൾ പറയാറുണ്ട് പലപ്പോഴും. വാട്ട് ഇസ് മോളിക്കുലർ മാസ് തന്നെയാണ് പറയാറ്. പക്ഷെ കൂടുതൽ ഒരു അയോണിക് കോമ്പൗണ്ട് ആയുള്ള 3 ഡയമെൻഷനിൽ ആണ്. അപ്പോൾ റിജിഡ് ആയിട്ടുള്ള 3 ഡയമെൻഷൻ നെറ്റ്വർക്കിൽ കൂടെ ഇങ്ങനെ ഫ്രെയിം ചെയ്യുകയാണ്. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അവിടെ ഇൻഡിവിജ്വൽ മോളിക്യൂളായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് മാത്രം എന്ത് പറയുന്നു, ഒരു ആ കോമ്പൗണ്ട് ഒരു ഫോർമുല യൂണിറ്റ് എഴുതുമ്പോൾ അതിന്റെ അറ്റോമിക് മാസസിന്റെ സമ്മിനെയാണ് നമ്മൾ പറയുന്നത് ഫോർമുല മാസ്. ഇറ്റ് ഈസ് ദ സെയിം ആസ് മോളിക്കുലർ മാസ്. Clear? Formula mass. So we have studied എന്താണ് ഫോർമുല. അയോണിക് കോമ്പൗണ്ടിന്റെ കേസിൽ മോർ ആക്യുറേറ്റ് ആയിട്ട് ഫോർമുല മാസ് പറയുന്നതാണ് നല്ലത് എന്ന് മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. അവിടെ മോളിക്കുലർ മാസ് പലപ്പോഴും നമ്മൾ മോളിക്കുലർ മാസ് തന്നെയാണ് പറയാറ്. പക്ഷേ ആ ടെക്സ്റ്റ് ബുക്കിൽ ഫോർമുല മാസ് എന്താണ് എന്ന് പറയുന്നുണ്ട്. ഒരു അയോണിക് കോമ്പൗണ്ട് കേസിൽ മോർ ആക്യുറേറ്റ് വേർഡ് യൂസ്ഡ് ഈസ് ഫോർമുല മാസ്. അത്രയേ ഉള്ളൂ. ഫോർമുല യൂണിറ്റ് ഫോർമുല. വാട്ട് ഈസ് ദ ഫോർമുല? സേ ഇൻ ദ കേസ് ഓഫ് കാൽഷ്യം കാർബണേറ്റ്, an ionic compound ആയിട്ടുള്ള കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ ഫോർമുല മാസ്? മോളിക്കുലർ മാസ് എന്ന് പറയാറുണ്ട്. കാൽഷ്യം കാർബണേറ്റ് എത്ര വരും? CaCO3. വാട്ട് ഈസ് ദ മോളിക്കുലർ മാസ്? മോളിക്കുലർ മാസിനെ കൂടുതൽ ആക്യുറേറ്റ് ആയിട്ട് ഈസ് ഫോർമുല മാസ്. കാൽഷ്യം കാർബണേറ്റ് എന്ന് പറയുമ്പോൾ എത്ര വരും മാസ്? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്തേ. Calcium carbonate. Yes, good. It is 100. Calcium, the atomic mass of calcium is 40 plus carbon 12 plus 3 into 16. Answer will be 100 U. Calcium carbonate is 100 U. So, നമ്മളൊന്ന് പഠിച്ച അറ്റോമിക് മാസ് തെറ്റരുത് കേട്ടോ. അറ്റോമിക് മാസിന്റെ ഡെഫിനിഷൻ അതെങ്ങനെ, ഇത് നമ്മൾ പഠിച്ച അറ്റോമിക് മാസ് എന്നുള്ളത് റിലേറ്റീവ് അറ്റോമിക് മാസ് ആണ്. റിലേറ്റ് ചെയ്യുന്നു. എന്തായിട്ട് റിലേറ്റ് ചെയ്യുന്നു? 1/12 ദ മാസ് ഓഫ് എ കാർബൺ ആറ്റമായിട്ട് റിലേറ്റ് ചെയ്യുന്നു. ആ 1/12 ദ മാസ് ഓഫ് എ കാർബൺ ആറ്റത്തിനെയാണ് നമ്മൾ പറയുന്നത് 1 AMU അല്ലെങ്കിൽ 1 U എന്ന് പറയുന്നു അല്ലേ. എന്നിട്ട് അതിന്റെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് ഓർത്തു വയ്ക്കാനും കെമിസ്ട്രി പഠിക്കാനും വളരെ എളുപ്പമാണ്. അറ്റോമിക് മാസ് വളരെ പെട്ടെന്ന് ഓർത്തു വയ്ക്കാൻ ഓരോന്നിന്റെ അറ്റോമിക് മാസ്. അല്ലെങ്കിൽ ഗ്രാമായിട്ട് ഓർത്തു വയ്ക്കാന്ന് ചോദിച്ചാൽ impossible ആയിട്ടുള്ള ടാസ്ക് ആണ്. What is meant by atomic mass? What is meant by average atomic mass? How to calculate the average atomic mass? And what is molecular mass? And lastly, the case of ionic compounds, what is meant by formula mass? Sum of the atomic mass of all the elements when represented by a formula unit of that substance. ഒരു ഫോർമുല യൂണിറ്റ് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എന്താണോ അതിന്റെ സം ഓഫ് ദ അറ്റോമിക് മാസസ് അതിനെയാണ് നമ്മൾ പറയുന്നത് വി കോൾ ഇറ്റ് ആസ് ഫോർമുല മാസ്. ഇന്നെടുത്ത ഈ ടോപ്പിക്സിൽ എനി ഡൗട്ട്, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? വെൽ ക്ലിയർ ആയിട്ട് പോകണ്ടോ? ഓൾ വെൽ ക്ലിയർ. ഹാപ്പി ടു ഹിയർ ദാറ്റ് ഞാൻ പറയുന്നെല്ലാം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വളരെ വളരെ സന്തോഷം. ഏതാണ്? ക്ലിയർലേ? യെസ്. അടുത്ത ക്ലാസ്സിലെ നമുക്ക് മോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കാം. അപ്പൊ ഈ അറ്റോമിക് മാസ് വളരെ വല്ല ക്ലിയർ ആവുമ്പോഴാണ് അടുത്ത കോൺസെപ്റ്റ് മോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഓരോന്നും വായിച്ച് ഇങ്ങനെ പോകുന്നു. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ 5, 6 ഇത് പഠിച്ചിരുന്നു. ലോസ് ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ പഠിച്ചു. ഐസോടോപ്സ് എന്താണെന്ന് വളരെ ക്ലിയർ ആയിരുന്നുണ്ട്. ആ ഐസോടോപ്സിന്റെ ബേസ് ചെയ്ത് ആവറേജ് എല്ലാ എലമെന്റ്സും ഒരുവിധ എല്ലാ എലമെന്റ്സും ഐസോടോപ്സ് കണ്ടു. അതിന്റെ അറ്റോമിക് മാസ് കണ്ടു, മോളിക്കുലർ മാസ് കണ്ടു, ഫോർമുല മാസ്. നെക്സ്റ്റ് ക്ലാസ് we shall see the mole concept. What is meant by a mole?
What is meant by molar mass? Molecular mass അല്ല, molar mass. What is gram atom? What is gram mole? Okay, let us wind up today's class. Hope everything is clear. ഞാൻ പറഞ്ഞു, if you have any doubt, just WhatsApp in my number. Okay? Wishing you all the best. See you next class. All the best. Thank you, dear.